अर्पणमस्तु। प्रभुपाद की जय, രാധാ പവനപുരേഷൻ की जय, ഓം ശ്രീ മാത്രേ നമഃ, ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അതിവിശിഷ്ടമായിരിക്കുന്ന ഒരു ഗ്രന്ഥത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത്രയും നാൾ നമ്മൾ വിഷ്ണു സഹസ്രനാമമായിരുന്നു പഠിച്ചത്. പക്ഷേ വിഷ്ണു സഹസ്രനാമം കംപ്ലീറ്റ് ചെയ്തില്ല എന്നൊരു പരാതി വേണ്ട. അല്ലെങ്കിൽ അത് ഇനിയും പഠിക്കണം, അത് കേൾക്കാനാണ് വെയിറ്റ് ചെയ്യുന്നത് മനസ്സിലായി. പക്ഷേ അതിനിടയിൽ ചെറിയൊരു കാര്യം പഠിക്കാൻ ഭഗവാൻ ഒരു അവസരം തന്നു. അതുകൊണ്ട് ആ ഗ്രന്ഥത്തെ ഒന്ന് ആസ്പദമാക്കിയിട്ട്, അത് വളരെ പെട്ടെന്ന് തീരുന്നതാണ്, പക്ഷേ ഒരു യുഗം മതിയാവില്ല, ഒരു ജന്മം മതിയാവില്ല അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ. അത്രയും വലിയൊരു മഹത് വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷേ ഞാൻ പറയുകയാണ്, എങ്കിലും ചെറിയൊരു കാലം നമുക്ക് വിഷ്ണു സഹസ്രനാമം ഇതൊന്ന് കഴിഞ്ഞിട്ട് ഉടനെ നമുക്ക് വിഷ്ണു സഹസ്രനാമം എടുക്കാം. ഓക്കെ, നമസ്തേ.
നമസ്തേ. കുറേ ദിവസമായല്ലേ നമ്മൾ ക്ലാസ് കണ്ടിട്ട്. നമ്മൾ കാണുന്നുണ്ട് പരസ്പരം ഇടയ്ക്കിടയ്ക്ക് പല ലൈവുകളിലൂടെയും. എങ്കിലും നമ്മൾ കുറേ ദിവസമായി ഇങ്ങനെ ഒരു ക്ലാസ്സിലൂടെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിട്ട്. മനഃപൂർവ്വമല്ല, നിങ്ങൾക്കറിയാം, ഒരുപാട് യാത്രകളുണ്ടായിരുന്നു. അതിലേറെ വിശേഷങ്ങൾ പറയാനുണ്ട്. പക്ഷേ വിശേഷങ്ങളെല്ലാം എന്താ പറയുക, പയ്യെ പയ്യെ നമ്മുടെ ക്ലാസ്സിലൂടെ പറയാം. ഒരുപാട് സന്തോഷമായിരുന്നു. ഭഗവാന്റെ കാരുണ്യത്താൽ അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നല്ല ദർശനമൊക്കെ നമ്മൾ പോയ എല്ലാ ക്ഷേത്രങ്ങളിലും കിട്ടി. നമ്മൾ പോയിരുന്നത് നമ്മുടെ എന്താ പറയുക, പെരിയമ്പലത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലായിരുന്നു സ്കന്ദപുരാണം പറയാൻ വേണ്ടിയിട്ട്. ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അത്രയും പറയാൻ പറ്റുമെന്നുള്ളത്. കാരണം നമ്മൾ ക്ലാസ്സിൽ സ്കന്ദപുരാണം എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇവിടുന്ന് സമയം കിട്ടുമ്പോൾ വായിക്കാറുണ്ട്. അതിലുപരി വലിയൊരു പരിജ്ഞാനമൊന്നും എനിക്ക് യാതൊരു ഗ്രന്ഥങ്ങളിലും ഇല്ല. ഞാനത് ആദ്യമേ പറയാറുണ്ട്. എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് ഭഗവാൻ എന്തൊക്കെയോ മനസ്സിലാക്കി തരുന്നു, അത് നമ്മളുടെ കുടുംബവുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളതിലുപരി ഒരു വലിയ അറിവിൻ്റെ നിറകുടമൊന്നുമല്ല അങ്ങനെ സ്റ്റേജ് അലങ്കരിച്ച് ഞാൻ പറയാൻ വേണ്ടിയിട്ട്. എങ്കിലും ഭഗവാൻ തരുന്ന വേദികളിലെല്ലാം തന്നെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കുറച്ച് നന്നായിട്ട് പറയാൻ സാധിക്കുന്നുണ്ടെന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ സ്കന്ദപുരാണം പറയാൻ വേണ്ടി പെരിയമ്പലത്ത് പോയി. അതിനു മുമ്പേ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 49 41 93 42 49 49 41. സുധാദേവി അമ്മ ചോദിക്കുന്നു, ക്ഷീണിച്ചു പോയല്ലോ എന്ന്. അയ്യോ സന്തോഷം ഭഗവാനെ, എനിക്കത് കേൾക്കുമ്പോൾ എന്തൊരു ആനന്ദമാണെന്നറിയാമോ. കാരണം ഈ യാത്രയിൽ തിരക്ക് പിടിച്ചൊരു യാത്രയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ജിമ്മിൽ പ്രോപ്പറായിട്ട് പോകാതിരിക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന കമൻസ് എന്താണെന്നറിയോ, എല്ലാ അമ്പലങ്ങളിലും കയറി ഇറങ്ങി നല്ലോണം തിന്ന് ഒരു ഡുണ്ടുമണിയായിട്ട് ഇങ്ങോട്ട് വരൂ, ഞങ്ങളൊക്കെ ഇത്ര വെയിറ്റ് കുറച്ചു എന്നാണ്. അയ്യോ സുധാമാതാജി, ഒരുപാട് താങ്ക്സ് കേട്ടോ. ഒരാളെങ്കിലും പറഞ്ഞല്ലോ അല്ലേ, ഭയങ്കര സന്തോഷം. ഓക്കെ, നാളെ കഴിയട്ടെ പ്രമീളാമ്മ, നാളെ രാവിലെ അന്നദാനമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴിയട്ടെ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ എവിടെയാ പോയത്, നമ്മുടെ ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പെരിയമ്പലത്ത് പോയി. പെരിയമ്പലത്ത് പോയപ്പോഴേക്കും ശരിക്കും നല്ല ക്ഷേത്രം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്ഷേത്രം. ആ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ നിന്ന് ഒരു ഗുരു സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധന നടത്തി അദ്ദേഹം കപ്പലിൽ കൊണ്ടുവന്നതാണ് ഭഗവാന്റെ വിഗ്രഹം ആ പെരിയമ്പലം ആ ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ കൊണ്ടുവന്ന് കുറേ നാള് ആ വിഗ്രഹം ഇങ്ങനെ എവിടെയോ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ആ വിഗ്രഹം ഇങ്ങനെ കിടന്നു. ആരും അറിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഏതോ ഒരു സാഹചര്യത്തിൽ ആ വിഗ്രഹം ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുകയാണ്. അങ്ങനെ പ്രതിഷ്ഠ നടത്തിയ ആ ക്ഷേത്രത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ അവർ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ വളരെ വളർന്നു വലിയൊരു ക്ഷേത്രമായി മാറി. പക്ഷേ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇവിടെ നമ്മുടെ ഈ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഒരാൾ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ചന്ദ്രൻ എന്നാണ്. അദ്ദേഹം വിളിച്ച് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്, അറിയുമെന്നറിയില്ല, അപ്പം ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഒരു സ്കന്ദ പുരാണം പറയാൻ സാധിക്കുമോ, ക്ഷേത്രത്തിൻ്റെ നവീകരണ കലശമൊക്കെയാണെന്ന് പറഞ്ഞു. കേട്ടപ്പോൾ തന്നെ എനിക്ക് സ്കന്ദപുരാണം ശരി പറയാം. അപ്പം എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഓക്കെ പഠിക്കാം, സമയമുണ്ടല്ലോ, 1 മാസം 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഇവര് പറയുന്നത്. ഓക്കെ, ആ സമയത്തിനുള്ളിൽ പഠിച്ചിട്ട് പറയാം. അങ്ങനെയാണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 2 ദിവസം അദ്ദേഹവുമായിട്ട് ഫോണിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് അദ്ദേഹത്തിന്റെ കോണ്ടാക്റ്റേ ഇല്ല. അദ്ദേഹം ഇങ്ങോട്ടും വിളിക്കുന്നില്ല, ശ്രീകണ്ഠൻ പ്രഭു ഇങ്ങോട്ടും വിളിക്കുന്നില്ല, ഞാൻ അങ്ങോട്ടും വിളിക്കുന്നില്ല. ഓക്കെ, അവർ വേറെ ആരെങ്കിലും ഫിക്സ് ചെയ്ത് കാണും എന്ന്. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചത്, എങ്ങനെയാണ് നിങ്ങളുടെ പേയ്മെന്റ് ഒക്കെ അമ്പലത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പം ഞങ്ങൾക്കൊരു 5 ദിവസം വേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു, മഞ്ജരീസ് എവിടെ നിന്നും പേയ്മെന്റ് വാങ്ങാറില്ല, അത് ഗ്യാരണ്ടിയാണ്. കാരണം അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ നമ്മൾക്ക് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരാൻ ഒരു യോഗം ഭഗവാൻ നൽകിയിട്ടുണ്ടെങ്കിൽ, അത് വിളിക്കുന്ന അങ്ങയുടെയോ വരാൻ ഭാഗ്യം ലഭിക്കുന്ന എൻ്റെയോ ഒരു തീരുമാനമല്ല. യുഗങ്ങൾക്ക് മുമ്പേ തന്നെ ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടാവും, ഞാൻ ഇന്ന സമയത്ത് ഇന്ന അവതാരകാലത്ത് ഇന്ന രീതിയിൽ ഇന്ന രൂപത്തിൽ ഈ സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഈ ആള് വന്നിട്ട് അവിടെ ഇത്ര വാക്കുകൾ പറയും, ഇത്ര സമയം അവിടെ ചെലവഴിക്കും. ഇത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. അതിനൊരു പ്രതിഫലം വാങ്ങി വന്നിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രഭാഷണം പറയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും മഞ്ജരീസ് 1 രൂപ പ്രഭാഷണം പറഞ്ഞിട്ട് 1 രൂപ എവിടെ നിന്നും വാങ്ങില്ല എന്ന് പറഞ്ഞു.
കാരണം അവിടെ കാല് കുത്താൻ, അത് ഏത് ക്ഷേത്രമായിക്കോട്ടെ, കാല് കുത്താൻ നമുക്കൊരു അവസരമാണ് അല്ലെ. ഭഗവാനെ കുറിച്ച് പറയാൻ ഒരു വേദിയാണ്. അത് നമ്മളൊരു പ്രതിഫല രൂപത്തിൽ കണ്ടു വാങ്ങാന്ന് പറയുമ്പം അത് വളരെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് താല്പര്യമില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല, ഇവിടെ വരുന്നവരെല്ലാവരും ഇങ്ങനെ പേയ്മെന്റ് പറഞ്ഞിട്ടൊക്കെയാണ് വരാറ്. ഞാൻ പറഞ്ഞു, ഇല്ല, മഞ്ജരീസിന് അങ്ങനെ ഒരു നിയമം ഇല്ല സർ. വരാം, ഭഗവാൻ അനുഗ്രഹിച്ചാൽ എത്തും, പ്രഭാഷണം പറയാൻ 5 ദിവസമുണ്ട്, താമസമൊക്കെ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം സർ, അതൊന്നും അങ്ങ് വിഷമിക്കണ്ട. നമ്മൾ വരും, നമ്മൾ വന്ന് നിങ്ങൾ എന്ത് ജോലി ഏൽപ്പിച്ചോ അത് ഞങ്ങൾ ചെയ്യും, തിരിച്ചു പോരും. ഞങ്ങളുടെ യാത്ര, താമസം, ഭക്ഷണം ഇതൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ 5 ദിവസവും 6 ദിവസവും തിരുമേനിമാരുണ്ടാക്കുന്ന നല്ല ഭക്ഷണം കഴിച്ചു കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ ചെന്നു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആദ്യമായിട്ട് പ്രഭാഷണം പറയാൻ ആദ്യത്തെ ദിവസം പെരിയമ്പലത്തിൽ ഞാൻ ചെന്നപ്പം നമ്മൾ 4 പേര് അവിടെ ഉണ്ടായത്. വേറൊരു മനുഷ്യനില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? രാവിലെ ഇനോഗ്രേഷന്റെ സമയത്തൊക്കെ അത്യാവശ്യം ഒരുപാട് പേരുണ്ടായിരുന്നു. ഇനോഗ്രേഷൻ അല്ല, ഒരു രാവിലത്തെ ആ പ്രഭാഷണം എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ഉദ്ഘാടന ചടങ്ങ്, ആ പരിപാടിയുടെ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് അന്നദാനത്തിനും ഒരുപാട് ആൾക്കാരുണ്ടായി. അന്നദാനം കഴിഞ്ഞിട്ട് പ്രഭാഷണം തുടങ്ങുമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ നേരെ കുളിച്ച് ഫ്രഷപ്പായി അമ്പലത്തിലേക്ക് വന്നു. 2 മണിയായി, ആരും വരുന്നില്ല. 3 മണിയായി, ആരും വരുന്നില്ല. 4 മണിയായി, ആരും വരുന്നില്ല. 5 മണിയായിട്ട് ആരുമില്ല. കമ്മിറ്റിക്കാർക്ക് ആകെ സങ്കടമായി. അവർ പറഞ്ഞു, അയ്യോ നിങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട്, ആൾക്കാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ് വരുംന്ന്, പ്രഭാഷണം ഉണ്ട് എന്നൊക്കെ, പക്ഷെ ആരും വന്നില്ല. അയ്യോ ഭയങ്കര സങ്കടമായി. അവരാകെ വെപ്രാളപ്പെടാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്, എന്താണ് നിങ്ങളുടെ വിഷമത്തിൻ്റെ കാരണം എന്ന് ചോദിച്ചു. അല്ല മാതാജി, നിങ്ങൾ വന്നിട്ട് പ്രഭാഷണം ഉണ്ട് എന്നൊക്കെ ഞങ്ങളിങ്ങനെ ഒരുപാട് നോട്ടീസും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടും ആരുമില്ലല്ലോ. കാരണം ആകെ ഉള്ളത് ഞങ്ങളൊരു 3-4 പേരും അതുപോലെ 2 പേരും മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? ഏതൊരു ഗ്രന്ഥത്തിൻ്റെ ഏത് വാക്കുകളാണെങ്കിലും അത് കേൾക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു സമയമുണ്ട്. ആ സമയത്തെ ഏതൊരു ജീവാത്മാവിനും ഒന്ന് കേൾക്കാൻ പറ്റൂ, അല്ലാണ്ട് ആർക്കും കേൾക്കാൻ പറ്റില്ല. നമ്മൾ പ്രോഗ്രാം ഫിക്സ് ചെയ്യും, പക്ഷെ ഈശ്വരൻ ഒന്ന് തീരുമാനിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് സങ്കടമായോ എന്ന് ചോദിച്ചില്ലേ, യഥാർത്ഥ സങ്കടമാവാൻ പോണത് ഞാൻ ഇവിടുന്ന് മടങ്ങി പോകുമ്പോഴാണെന്ന് പറഞ്ഞു. എന്താ മാതാജി അങ്ങനെ പറയണേ? ഞാൻ പറഞ്ഞു, നീണ്ട 5 ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇല്ലേ, ധൈര്യമായിട്ടിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 6 മണിയായിട്ടും, സ്വാഭാവികമായിട്ട് 6 മണിയാകുമ്പോൾ ദീപാരാധനയാണ്, ഇതുപോലൊരു ഫംഗ്ഷൻ നടക്കുന്ന ടെമ്പിളാണ്, ആരെങ്കിലുമൊക്കെ തൊഴാൻ വരണ്ടേ. എവിടെയോ 1-2 പേര് വന്ന് ജസ്റ്റ് തൊഴുത് അങ്ങനെ പോണു. അവർ കുറച്ചേരി ഇരിക്കണു, സ്റ്റേജിൻ്റെ അവിടെ നോക്കുന്നു. അപ്പോഴും നമ്മൾ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കെ ഒരു 3 പേര് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു ആചാര്യനുണ്ട്, അങ്ങേക്ക് അറിയുമെന്നറിയില്ല, ഇസ്കോണിൻ്റെ ഫൗണ്ടറാണ്, ശീല പ്രഭുപാജി. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ? പോകുന്നവരേക്കാൾ കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് നിൽക്കുന്നവരെ കുറിച്ചാണ്. അപ്പോൾ കേൾക്കാൻ ഒരാളുണ്ടെങ്കിലും ഞാൻ ഭഗവാനെ കുറിച്ച് പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ ആ ഒരു ബുക്കുണ്ട്, അത് വായിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ ഒരാൾ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സ്കന്ദപുരാണം പറയാൻ തുടങ്ങി. 1 എന്നുള്ളത് 4 ആയി, 4 എന്നുള്ളത് 10 ആയി, 15 ആയി, 20 ആയി, 25 ആയി, 30 ആയി, 50 ആയി. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ടി പിന്നീടുള്ള ദിവസങ്ങൾ അവർ കാത്തിരിക്കലായി. കാരണം പിറ്റേന്ന് രാവിലെയും തിരിച്ച് രാത്രി ഒരു 7:30-8 മണിയാകുമ്പോഴേക്ക് പ്രഭാഷണം കഴിഞ്ഞിട്ട് തിരിച്ചു പോയി. പിന്നെയും നമ്മൾ തിരിച്ച് രാവിലെ എത്തുകയാണ്. ആൾക്കാർ കാത്തിരിക്കലായി. മോളെ എത്ര മണിക്ക് വരും അങ്ങനെ ചോദിച്ച് കാത്തിരിക്കലായി. അങ്ങനെ അമ്മമാരും കുട്ടികളും കുറേ സഹോദരങ്ങളും അച്ഛന്മാരും എന്താ പറയുക, ഒരേ പ്രായത്തിലുള്ളവരും എല്ലാവരുമായിട്ട് ആ ഒരു 5 ദിവസം ശരിക്കും പറഞ്ഞാൽ എല്ലാം മറന്ന കുറേ ദിവസങ്ങളായിരുന്നു ആ 5 ദിവസം. സ്കന്ദപുരാണം ശരിക്ക് പറഞ്ഞു. ആരുമില്ലാതിരുന്ന ആ ഒരു സദസ്സിൽ, നിറഞ്ഞ സദസ്സോടുകൂടി അത്രയും ചേർത്ത് പിടിച്ച് അവർ ഓരോരുത്തരും കരഞ്ഞുകൊണ്ടാണ് എന്നെ യാത്രയാക്കിയത്. ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിലെ സ്പന്ദനമായി മാറി. എല്ലാം പോട്ടെ, നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ വന്നിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക്.
അങ്ങനെ പോകാൻ നേരം നിങ്ങൾ ലൈവിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ 2 വിളക്കും ബ്രാഹ്മണന്മാർക്ക് വസ്ത്രദാനവും എല്ലാം ചെയ്ത് അവിടെയുള്ളവർ പറഞ്ഞു ഇനി എന്നാ വരിക. ഞാൻ പറയും തീർച്ചയായിട്ടും ഭഗവാൻ വിളിച്ചാൽ ഇനിയും വരും. അങ്ങനെ അവരുടെ ആ ക്ഷേത്രത്തിൻ്റെ തന്നെ മറ്റൊരു ക്ഷേത്രമുണ്ട്, വേട്ടയ്ക്കൊരു മകൻ എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രം. അവിടെ 12,001 നാളികേരൊക്കെ അടിക്കുകയാണ്. അപ്പോൾ 29-ാം തീയതി ഞങ്ങളുടെ ഫംഗ്ഷന് വിളിച്ചാൽ വരൂ. പിന്നെന്താ സംശയം, വന്നിരിക്കും. അപ്പോൾ പിന്നെ അമ്മമാരും എല്ലാവരും വന്നിട്ട് മോളെ വരാതിരിക്കരുത്, ഞങ്ങൾ കാത്തിരിക്കും. ഞാൻ പറഞ്ഞു അതിനെന്താ, ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞ് അവസാനം കമ്മിറ്റിക്കാർ പറഞ്ഞു അയ്യോ മാതാജി പൊക്കോട്ടെ, സമയമായി, അവർക്ക് ഇന്ന് പോകാനുള്ളതാണ്, ഉടുപ്പിയിലേക്ക് മൂകാംബികയിലേക്കൊക്കെ ട്രെയിനൊക്കെ പോകണം, നിങ്ങൾ വിടൂ എന്ന് പറഞ്ഞ് എങ്ങനെയോ ഒരു വിധത്തിലാണ് അവിടുന്ന് പോകുന്നത്. ശരിക്കും എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. അവിടെയുള്ള ഓരോരുത്തരുടെ മുഖവും ഇന്നും എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ ചുമ്മാ പറയല്ല, ഓരോരുത്തരുടെ മുഖം ഇപ്പോഴും ഞാൻ ആ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടില്ല, സ്കന്ദപുരാണത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത്രയും മനസ്സുകൊണ്ട് ആ ഒരു കുടുംബവുമായിട്ട് ഞാൻ അത്രയും ക്ലോസ് ആയിപ്പോയി. അതുപോലെ നമ്മൾ ലാസ്റ്റ് സ്കന്ദപുരാണം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാണ്. ചൂടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല, ഈ പന്തലും ഇതെല്ലാം കെട്ടി ഭയങ്കര ചൂട്. രാവിലെ തൊട്ട് ഉച്ചയാകുമ്പോഴേക്കും അങ്ങ് വേർത്തൊലിക്കാണ്. ചുറ്റിനും ഫാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടും എന്താ പറയാ, വല്ലാത്ത ഒരു ചൂട്. എന്തൊരു ചൂടായിരുന്നു എന്നറിയാമോ. ഈ ചൂടിൻ്റെ ഇടയിലും നമ്മൾ ഇരുന്ന് പുരാണം പറയാണ്. പറഞ്ഞ് പലരും നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ. എന്നാലും അവരതൊക്കെ സഹിച്ച് കേട്ടിരുന്ന് അവസാനം നമ്മൾ സ്കന്ദപുരാണം വൈൻഡപ്പ് ചെയ്യാണേ. ലാസ്റ്റ് മൊമെന്റ്, ലാസ്റ്റ് ക്ലാസ്സിന്റെ അവസാന ദിവസം. അന്ന് ഒരുപാട് ആൾക്കാരുണ്ടായി സ്കന്ദപുരാണം കേൾക്കാൻ. ആരുമില്ലാതിരുന്ന ആ ഒരു സദസ്സ് അങ്ങ് നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഉണ്ട് ഞാനിങ്ങനെ ലാസ്റ്റ് പറഞ്ഞു ഉറപ്പായിട്ടും മുരുകൻ നീലമയിലേറി വരികയാണ്, സിംഹാസുരനെയും താരകാസുരനെയും എല്ലാം വധിക്കാൻ വേണ്ടി, ശൂരപത്മാസുരനെയൊക്കെ വധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എഴുന്നള്ളി വരുന്നു എന്ന് പറഞ്ഞത് ഭയങ്കര കാറ്റും മഴയും കൊടുങ്കാറ്റ് പോലെ ഭയങ്കര കാറ്റും. ആ സ്റ്റേജൊക്കെ ആടി പറക്കാൻ തുടങ്ങി. തൊട്ടപ്പുറത്ത് എല്ലാവരും കസേരയൊക്കെ എടുത്ത് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയിരിക്കാൻ തുടങ്ങി. ഭയങ്കരമായ കാറ്റ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളുടെ ഈ ക്ഷേത്രത്തിൽ വരുന്നവരിങ്ങനെ പുഷ്പാഞ്ജലിയൊക്കെ ഷീട്ടാക്കില്ലേ, അപ്പോൾ അതിനുവേണ്ടി ഫംഗ്ഷന് ഷീട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടെമ്പററി ആയിട്ടൊരു ഇതൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. അതൊക്കെ മറിഞ്ഞ് വീണ് ഭയങ്കര കാറ്റ്. നോക്കുമ്പോൾ ആ ഒരു സറൗണ്ടിങ്സ് മാത്രമാണ് ആ ഒരു മഴയും കാറ്റും ഉണ്ടായിരുന്നത്. ശരിക്കും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം വരവറിയിച്ചു എന്നുള്ളത് ജീവിതത്തിൽ ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരാളും മറക്കില്ല. നമ്മുടെ പ്രസന്നാമ ഉണ്ടായിരുന്നു, ശാന്തമാതാജി ഉണ്ടായിരുന്നു. വല്ലാത്തൊരു ആനന്ദ അനുഭൂതിയായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് എന്താ പറയുക, ഭഗവാനെ അങ്ങ് ഹരഹരോ ഹരഹരാന്നങ്ങ് സ്തുതിച്ച് വല്ലാത്തൊരു ആനന്ദ ലഹരിയിൽ ഭഗവാൻ നമ്മുടെ ക്ലാസ്സിനെ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മഴയിലൂടെയും കാറ്റിലൂടെയും എല്ലാത്തിലൂടെയും അദ്ദേഹം അറിയിച്ചു. അത്രയും ദിവസം ചൂടിൽ വെന്തുരുകിയിരുന്ന നമ്മളെല്ലാവരെയും അദ്ദേഹം മഴ കൊണ്ടും കാറ്റുകൊണ്ടും ഒക്കെ തണുപ്പിച്ച് മനസ്സ് വരേക്കും എന്താ പറയുക നിറച്ചിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് യാത്രാനുമതി നൽകിയത്. അങ്ങനെ അടുത്ത ദിവസം പ്രതിഷ്ഠാ ദിനമാണ്. നമ്മൾ എത്തി. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പ്രസാദമൊക്കെ കഴിച്ച് പോകാൻ നിൽക്കുകയാണ്. എല്ലാവരും യാത്ര പറയാണ്. ഭയങ്കര സങ്കടമായിരിക്കണം എല്ലാവർക്കും. ആ സമയത്താണ് നമ്മുടെ ഒരു കുഞ്ഞു പയ്യൻ, അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് വരുമ്പോൾ പ്രസന്നാമ ഇങ്ങനെ ആ കുട്ടീനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ കുട്ടി കഴുത്തിലൂടെ ഒരു കാവി, ഇങ്ങനെ ഒരു ചെറിയൊരു ടവല് പോലെ, നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോഴുന്ന ഒരു തുണ്ടില്ലേ, ഈ പഴനിമലൊക്കെ കയറുമ്പോഴുന്ന ഒരു കാവി തോർത്തും ഒരു ചെറിയ മുണ്ടും ഒരു ബനിയനൊക്കെ ഇട്ടിട്ട് കയ്യിൽ ഇങ്ങനെ കുറച്ച് രുദ്രാക്ഷം പോലെയൊക്കെ കെട്ടി കഴുത്തിലൊക്കെ കെട്ടി വളരെ തേജസ്സുള്ള ഒരു മോൻ, ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന വലിപ്പമുള്ള ഒരു കുട്ടി വന്നിട്ട് ഇങ്ങനെ അമ്പലം ചാരി നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ പ്രസന്നാമ പോയി ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ച് കുറച്ച് നേരം ഇങ്ങനെ എന്താ പറയുക, മമ്മിയൊരു ഗുരു ഉണ്ട്, അപ്പോൾ ഉദ്ദേശിക്കുന്നത് മഹാദേവനെയാണ്. പോയിരുന്നോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വർത്താനം പറഞ്ഞ് ആ കുട്ടിയുടെ സംസാരമാണെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംസാരം, അതായത് ദേവഭാഷ എന്നൊക്കെ പറയില്ലേ അതേപോലെ സംസാരിക്കുന്നു. അപ്പോൾ 2-3 അമ്മമാർ വന്നിട്ട് മോനെ എവിടുന്ന് വരിക, അവിടെയുള്ളവർക്ക് പോലും ആ കുട്ടി എവിടുന്നാണ് വരുന്നതെന്ന് അറിയണില്ല. ആ കുട്ടി അഡ്രസ്സ് പറഞ്ഞിട്ടും ഇവർക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. കാലിൽ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. ഉച്ച സമയം, നല്ല വെയിൽ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു മോനെ ഈ വെയിലത്ത് എങ്ങനെ, എനിക്കതൊന്നും കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ ആ കുട്ടീനോട് ഓരോ കാര്യം ചോദിക്കുമ്പോൾ ആ കുട്ടി അതിന് ഉചിതമായ മറുപടി പറയുന്നു. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു മോനെ എങ്ങനെ, എന്നെ കണ്ടിട്ട് കുഞ്ഞിന് എന്താ തോന്നുന്നത്? എനിക്കൊരു മാതാജി ആയിട്ടാണ് തോന്നുന്നത്. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ,
എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ സ്കന്ദപുരാണം അത് ശരിക്കും അങ്ങോട്ട് ബോധിച്ചു, ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഞാനും പ്രസന്നാമയും ശാന്താമാതാജിയും അവിടെ കൂടി നിന്നവരെല്ലാവരും കൈയെടുത്ത് കുമ്പിട്ട് ആ കുട്ടി പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ എന്താ പറയാ, പറയാനേ പറ്റാത്ത ഒരു വല്ലാത്ത അനുഭൂതി. അപ്പം ഞാൻ മോനെന്തിനാ ഈ പാത്രവും കൊണ്ട് നിൽക്കുന്നത്? അത് ഞാൻ അല്പം പായസം വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ പറയും ഓ അത് ശരി, എന്നിട്ട് പായസം കിട്ടിയോ? ഉവ് ആവശ്യത്തിന് കിട്ടി. ഞാൻ പറഞ്ഞു ഓ ശരി മോനെ. അപ്പം ഞാൻ ഞങ്ങളിവിടെ മഞ്ജരീസിൻ്റെ ഗ്രൂപ്പ് 2 വിളക്ക് ഭഗവാന് ശ്രീകോവിലിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഏറെ ഇഷ്ടപ്പെട്ടിരിക്കണം. ആ കുട്ടി പറയാല്ലേ, ഏറെ ഇഷ്ടമായിരിക്കണം, ബോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദീപമല്ലേ, മുന്നോട്ടുള്ള വെളിച്ചത്തിൻ്റെ തുടക്കമല്ലേ. അയ്യോ, ഞാനും പ്രസന്നാമയും ശാന്താമാതാജിയും അവിടെ നിന്നവരൊക്കെ വല്ലാണ്ട് ഒരു വേറെ ലോകത്തായി പോയി എന്നുള്ളൊരിതായേ. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചു, മോൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ താമസിക്കുന്നത് ഇവിടൊക്കെ തന്നെയാണെന്ന്. വീട് ഇവിടെയാണെന്നല്ല, ഇവിടൊക്കെ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു അത് ശരി. അങ്ങനെ അവിടെയുള്ളവരൊക്കെ ഏരിയ ഒക്കെ ചോദിക്കുന്നുണ്ട് ആ കുട്ടിയോട്. പക്ഷെ ആ കുട്ടി പറയണ അവിടെ ആർക്കും മനസ്സിലാവണില്ല, ആർക്കും ഈ കുട്ടി എവിടെ നിന്നാ വന്നതെന്നും മനസ്സിലാവണില്ല. എൻ്റെ അച്ഛൻ്റെ പേര് അമ്മയുടെ പേരൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒന്നും മനസ്സിലായി. എന്നിട്ട് ആ കുട്ടി പറയാം, കൂടുതൽ എന്നെക്കുറിച്ച് ആരും ചോദിക്കേണ്ട, ഞാൻ ഇവിടൊക്കെ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് എന്നെ കണ്ടല്ലോ, ഇനി എനിക്ക് വേദം പഠിക്കാനുണ്ട്, ഞാൻ പോട്ടെ. ശരിക്കും ഞങ്ങൾക്ക് അത്ഭുതമായി പോയി ആ കുഞ്ഞിൻ്റെ ഒരു വരവ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇനിയും സ്കന്ദപുരാണൊക്കെ പറയാൻ പറ്റുമോ? എന്താ സംശയം, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. പക്ഷേ ഈ പോകുന്ന യാത്രയിൽ ഒരിക്കലും ഞാനെന്ന ഭാവം കൊണ്ട് നടക്കരുത് കേട്ടോ, അങ്ങനെ ഉണ്ടാവാനും പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയ്യോ ഇപ്പം എനിക്ക് അങ്ങനെ ഉണ്ടെന്നാണോ? അങ്ങനെയല്ല, ഇപ്പോൾ എല്ലാം ശരിയാണ്, പക്ഷെ ഒരിക്കലും ഭാവിയിൽ അങ്ങനെ വരരുത്. ഞാൻ പറഞ്ഞു ഒരിക്കലും വരില്ല. എങ്കിൽ എന്തായാലും എല്ലാവരും രക്ഷപ്പെടും. ആ ഭാവമാണ് എല്ലാവരെയും നശിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു ശരിയാണ്, അപ്പം എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുക്കും, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, എല്ലാം ശരിയാവും, ഉണ്ടല്ലോ അകത്തുള്ള ആള് കൂടെ. ഞാൻ പറഞ്ഞു അത് ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം എല്ലാവരും പറഞ്ഞു മാതാജിയുടെ സ്കന്ദപുരാണം കേട്ട് ഭഗവാൻ വന്നതാണ്, ശരിക്കും ഇത് ഭഗവാനാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ചിരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സ്കന്ദപുരാണം ഇഷ്ടപ്പെട്ടോ? വളരെ ബോധിച്ചു, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ബോധിച്ചിരിക്കുന്നു. ഞാൻ അയ്യോ ഒരുപാട് സന്തോഷം മോനെ, ആയിക്കോട്ടെ, നന്നായിരിക്കട്ടെ, ഭഗവാൻ കൂടെ ഉണ്ട്, പേടിക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളൂ, എല്ലാം അദ്ദേഹം അറിയുന്നുണ്ട്, അദ്ദേഹം ഒപ്പം ഉണ്ട് എന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ പൊന്നു മോനെ, ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു. ഇനിയും പറയാൻ സാധിക്കും, ഒരുപാട് വേദികൾ കിട്ടും, അവിടെ എല്ലാം സാന്നിധ്യവും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര സന്തോഷമായി. നമ്മൾ അങ്ങനെ ജീവിതത്തിൽ ഒരു വല്ലാത്ത ഒരു എന്താ പറയുക, ഒരു ആനന്ദ അനുഭൂതി നിറഞ്ഞൊരു നിമിഷമായിരുന്നു അത്. ആ നിമിഷത്തിൽ നിന്ന് ഞങ്ങൾ യാത്ര പറഞ്ഞ് പോകുമ്പം അവിടെ എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് യാത്രയ്ക്ക്. അവർ പറഞ്ഞു ഗുരുവായൂർ മഞ്ജരീസ് വന്നു, ഭഗവാന്റെ സാന്നിധ്യം ആ അവസാന നിമിഷം കാറ്റും മഴയുമായിട്ട് ഭഗവാൻ കാണിച്ചു തന്നു, ഇപ്പോൾ സാക്ഷാൽ മുരുകൻ വന്നിരിക്കുന്നു നമ്മുടെ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞ് ആ കുട്ടി അതും പറഞ്ഞുകൊണ്ട് ആ വെയിലെന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെരുപ്പിട്ടിരിക്കുന്ന റോഡിൻ്റെ പുറത്താണ്. അപ്പം നമ്മൾ ക്ഷേത്രമുറ്റത്തുനിന്ന് റോഡിൻ്റെ അവിടം വരെ നടക്കാൻ പോകാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു, അത്രയും കാല് പൊള്ളുന്ന ചൂട്. ആ പൂഴിയിലൂടെ ആ കുട്ടി ആ പുതിയ ടാറിട്ട റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ടിട്ട് ശരിക്കും ഞങ്ങൾ അത്ഭുതപ്പെട്ട് നിന്നു. അത്രയും ചൂടിൽ ആ കുട്ടി. അപ്പം ഞങ്ങൾ ചോദിച്ചു മോനെ വെയിലല്ലേ? അപ്പം പറഞ്ഞു അതിനെന്താ, എനിക്ക് ഈ തുണ്ടുണ്ടല്ലോ, കാവി എനിക്ക് ഏറെ ഇഷ്ടമാണ്, ഈ കാവി തുണ്ട് മതി എനിക്ക് മുന്നോട്ട് പോകാൻ. ഇത്രയും കേട്ട് എന്നാ ശരി. അപ്പം ഞങ്ങൾ പറഞ്ഞു, അപ്പം ആരൊക്കെയോ പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കട്ടെ മോനെ. വേണ്ട, എനിക്ക് വേദം പഠിക്കാനുണ്ട്, ഞാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് ഈ കുട്ടി അങ്ങ് പോയി. അയ്യോ എന്താ പറയുക, ഞങ്ങൾക്ക് എന്ത് പറയണം എന്നറിയില്ല, വല്ലാതെ സ്റ്റക്കായി പോയി. ഇപ്പോഴും ആ ഒരു അനുഭൂതി വിട്ടുമാറിയിട്ടില്ല. ഭഗവാൻ ശരിക്കും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹം നേരിട്ട് ഇറങ്ങി വന്നു എന്നുള്ളതാണ്. ഒരുപാട് മനസ്സ് സന്തോഷിച്ച ഒരു ദിവസം, അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം. അങ്ങനെ നമ്മൾക്ക് ഇതിന് 1-2 ആളുകളല്ല സാക്ഷി എന്ന് ആലോചിക്കണം, ഏകദേശം ചുരുങ്ങിയത് ഒരു 10-15-20 ആളുകളാണ് സാക്ഷിയായിരുന്നത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു മഞ്ജരീസ് ഭഗവാനെ ഭൂമിയിലേക്ക് എന്താ പറയുക എഴുന്നള്ളിച്ച് കൊണ്ടുവന്നു, ഞങ്ങളുടെ ഈ മണ്ണിൽ ഞങ്ങളുടെ ബാലമുരുകനെ കൊണ്ടുവന്നു. അവിടെ ബാലമുരുകനാണ് പ്രതിഷ്ഠ, ബാലമുരുകനെ കൊണ്ടുവന്നു മഞ്ജരീസ്. അയ്യോ ഇങ്ങനെ നന്ദി പറയണമെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ പോലും ഇല്ലാത്ത സദസ്സിൽ അവസാനം നമ്മളെ യാത്ര അയക്കാൻ സാക്ഷാൽ ബാലമുരുകൻ തന്നെ വന്നു എന്നുള്ളതാണ്. അതിന് ഈശ്വരനോട് എന്നും കടപ്പെട്ടിരിക്കുന്നു, ഗുരുപരമ്പരയോടും എന്നും കടപ്പെട്ടിരിക്കുന്നു. ആ യാത്ര നേരെ ഉടുപ്പിയിലേക്കായിരുന്നു. ഉടുപ്പി കണ്ണനെ കണ്ട് തൊഴുത് പിന്നെ നീണ്ട 5 ദിവസങ്ങൾ മൂകാംബിക അമ്മയുടെ തിരുനടയിൽ നെയ്വിളക്ക് സമർപ്പണങ്ങളെല്ലാം ആയി കുടജാത്രി കയറി ഒരുപാട് സന്തോഷത്തോടെ തിരിച്ച് ആ യാത്ര നമ്മൾ പോയത് മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂർ ടു പളനിയിൽ പോയിട്ട് ഭഗവാനെ ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഭഗവാന്റെ
അടുത്തിരുത്തി ഭഗവാനെ കണ്ട് അദ്ദേഹത്തെ തൊഴുത് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിനെ ആവോളം കണ്ട് അവിടെ നമുക്ക് ഒന്ന് രണ്ട് നമ്മുടെ കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ അതുവഴി ഒരുപാട് എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അയ്യർമാർ ചോദിക്കുന്നു മതിയോ എന്ന് ചോദിച്ചു. ഞങ്ങൾ മതി എന്ന് പറയുന്ന അവസ്ഥയിൽ ഭഗവാന്റെ ദർശനം കിട്ടി. എത്രത്തോളം ഭഗവാൻ നമുക്ക് മഞ്ജരീസിന് വേണ്ടി ഞാൻ അത്രയും അകമഴിഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാനെ മഞ്ജരീസ് കുടുംബം കാത്തുകൊള്ളണേ ഭഗവാനെ. അവർ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നു, കഷ്ടപ്പെടുന്നു. പലരും എന്നോട് പല വേദനകൾ പറയുന്നു. എല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയുന്നില്ല ഭഗവാനെ. പക്ഷെ അങ്ങേക്ക് എല്ലാം അറിയാം. എൻ്റെ മഞ്ജരീസ് കുടുംബത്തിലെ ഓരോരുത്തരുടെ രോഗദാരിദ്ര്യ ദുഃഖ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ജോലിയില്ലാത്ത അവസ്ഥയും കല്യാണമാവാത്ത അവസ്ഥയും കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രയാസങ്ങളുടെ അവസ്ഥയും മക്കളുടെ അവസ്ഥയും വീടില്ലാത്ത അവസ്ഥയും സാമ്പത്തിക പ്രയാസങ്ങളും എന്ന് വേണ്ട എൻ്റെ മഞ്ജരീസ് കുടുംബം അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്ന് അവരെ കരകയറ്റണേ ഭഗവാനെ. ഒരുപാട് പേര് മദ്യപിച്ചിട്ട് ആ ഭാര്യമാരെല്ലാം വേദനിക്കുന്നു, മക്കൾ മദ്യപിച്ചിട്ട് അവർ വേദനിക്കുന്നു. നിരന്തരം ഞാൻ ഒരുപാട് വിഷമങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. തീർത്തു തരണേ മുരുക എന്നങ്ങ് ഹൃദയം തുറന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവതിയോടും പ്രാർത്ഥിച്ച് എന്താ പറയുക, നമ്മളിങ്ങനെ ജസ്റ്റ് എഴുന്നേൽക്കുമ്പോഴേക്കും അയ്യർ ഉള്ളിൽ നിന്ന് ഭഗവാന്റെ ഒരു വേല് നമുക്ക് മഞ്ജരീസനായിട്ട് തന്നു. അതിലേറെ സന്തോഷം. ശരിക്കും അത് ഭഗവാൻ നൽകിയതുപോലെ എനിക്ക് തോന്നി. അത് നമ്മളിവിടെ കൊണ്ടുവച്ചു. എന്നും പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട്. കാരണം ഭഗവാൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? സ്കന്ദപുരാണത്തിലൂടെ സേനാനായകനാണ് അദ്ദേഹം. ദേവേന്ദ്രൻ പോലും എന്താ പറയുക ശിക്ഷിക്കപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ സ്കന്ദപുരാണം ബാക്കി എടുത്തു തരാം നിങ്ങൾക്ക്, അപ്പം മനസ്സിലാവും. അങ്ങനെ ഇരുന്ന ആ ഭഗവാൻ ബ്രഹ്മദേവനെ പോലും പാഠം പഠിപ്പിച്ച ആ ഭഗവാൻ മഹാദേവൻ തന്നെയാണ്. മഹാദേവനും മുരുകനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ആ ഭഗവാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെയും ശ്രീമതി രാധാറാണിയുടെയും അനുഗ്രഹം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നമ്മൾ വിഷ്ണു സഹസ്രനാമമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഈ യാത്രകളിലൊക്കെ എനിക്ക് ഒരു ബുക്ക് വായിക്കാൻ അവസരം കിട്ടി. വായിച്ച് കുറച്ച് ആയപ്പോഴേക്കും ആ ബുക്ക് എൻ്റെ കയ്യിലുണ്ടായപ്പം അത് മോനപ്പൻ മുതലാളി ഞാൻ കോട്ടയം പോയപ്പോൾ എന്നോട് വാങ്ങിച്ചുകൊണ്ട് പോയി. എടുത്തുകൊണ്ട് പോകുന്ന ഉറപ്പ് പറഞ്ഞിരുന്നു, അതുപോലെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്ത്. അപ്പോൾ ഞാൻ ഓക്കെ, അത് അദ്ദേഹത്തിന് വായിക്കാൻ ഏറെ ഇഷ്ടമായിട്ടല്ലേ. അതൊക്കെ ചോദിച്ചാൽ നമ്മൾ കൊടുക്കാണ്ടിരിക്കാൻ പാടില്ല. കാരണം ഒരു വ്യക്തി ഭഗവാന്റെ ഒരു ബുക്ക് ചോദിക്കുമ്പോൾ അത് സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ കൊടുത്തു. അതിനുശേഷം എനിക്ക് വീണ്ടും ഒരു ബുക്ക് കിട്ടി. അതും ഞാൻ വായിച്ചു പോയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ മഞ്ജരീസ് കുടുംബത്തിന് ഇത് പറഞ്ഞു കൊടുക്കണമെന്നുള്ള. കാരണം നമുക്ക് എന്ത് കിട്ടിയാലും അത് നിങ്ങളോട് ഷെയർ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു ഇഷ്ടം. അപ്പം അത് പറഞ്ഞു കൊടുക്കണം തോന്നി. അങ്ങനെ നമ്മൾ ശ്രീ ശങ്കരാചാര്യരുടെ ജീവചരിത്രം എളുപ്പത്തിൽ പറഞ്ഞു പോകാൻ പറ്റും. പറയാൻ ഒരുപാടുണ്ട്, പറഞ്ഞാൽ ഒരു യുഗം തീരില്ല. പക്ഷെ നമ്മൾക്ക് അറിയുന്ന ചെറിയ ഒരു ഏട് അത് മാത്രം ഞാൻ പറഞ്ഞു തരാം. അത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വിഷ്ണു സഹസ്രനാമം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം ക്ലാസ്സൊക്കെ എല്ലാവരും ഷെയർ ചെയ്യണം. മഞ്ജരീസ് കുടുംബവുമായിട്ട് സഹകരിച്ച് ഇത്രത്തോളം നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു. മുന്നോട്ടേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാൻ അതിനുള്ള എന്താ പറയുക ആയുസ്സും ആരോഗ്യവും സച്ചിന്തകളും ആധ്യാത്മിക ഉയർച്ചയും എല്ലാം ഭഗവാൻ നൽകട്ടെ. പിന്നെ നമ്മൾ ദേവി നടയിൽ വെച്ചിട്ട് മൂകാംബികയിൽ നമ്മൾ 108 101 ലളിത സഹസ്രനാമം ദാനം ചെയ്തപ്പം അതിനേക്കാൾ അത്ഭുതമായിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം നമ്മളാണ് മൂകാംബിക നടയിൽ നിൽക്കുന്നത്, ഒരാൾ കൊണ്ടുവന്ന് ലളിത സഹസ്രനാമം തരുന്ന സമയത്ത് നമ്മൾക്ക് ദാനമായി നൽകും. അത് കിട്ടുമ്പോൾ സാക്ഷാൽ ഭഗവതി തന്ന പോലെ അവർക്ക് തോന്നുന്നതല്ലേ. ശരിക്കും അമ്മ തന്നെയാണ് അത് കൊടുക്കുന്നത് അവർക്ക് നമ്മളിലൂടെ. അപ്പോൾ ആ ആനന്ദം അതിലേറെ ആയിരുന്നു. അത് കിട്ടിയവരെല്ലാവരും ഭയങ്കരമായിട്ട് നന്ദി അറിയിച്ചു. ഒപ്പം നമ്മൾ അവിടെ വെച്ചിട്ട് 1,01 ദേവി മഹാത്മ്യം സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു ഉദ്യമം ഏറ്റെടുത്തിരിക്കുകയാണ്. ദേവി മഹാത്മ്യം ഭയങ്കരമായിരിക്കുന്ന ഒരു എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. സാക്ഷാൽ ദേവന്മാർക്ക് പോലും അതിൻ്റെ ഉള്ളടക്കം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ആ മഹാത്മ്യ ചരിതം എല്ലാവരും മഞ്ജരീസിലൂടെ വാങ്ങുക, വായിക്കുക. നിങ്ങളുടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനും സാധിക്കും. ഇനി വാങ്ങിക്കാൻ സാഹചര്യമില്ലാത്തവർക്ക് എന്ത് ചെയ്യാം, അത് ആർക്കെങ്കിലും ദാനമായി കൊടുക്കാനും സാധിക്കും. ഞാനും ദാനമായി കൊടുക്കുന്നുണ്ട് 1-2 പേർക്ക്. അത് നമ്മൾ മഞ്ജരീസിൻ്റെ ബുക്കല്ല, പക്ഷേ പുറത്തുനിന്നുള്ള ബുക്കാണ്. പുറത്തുനിന്ന് മീൻസ് ആധികാരികമായിട്ടുള്ള ബുക്കാണ്. വളരെ വലിയ അക്ഷരത്തോടു കൂടി ശ്ലോകത്തോടു കൂടി അർത്ഥങ്ങളോടുകൂടി കഥാരൂപേണ
കൃത്യമായിട്ടുള്ളൊരു ദേവി മഹാത്മ്യമാണ്. നിങ്ങൾക്ക് എളുപ്പം വായിച്ചു പോകാം. വായിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ആ ബുക്ക് വാങ്ങിയിട്ട് ഒരു ചുമന്ന പട്ടിൽ പൊതിഞ്ഞ് വീട്ടിൽ വെച്ചാലും സർവ്വ ഐശ്വര്യമാണ്. ആ ബുക്ക് എല്ലാവരും വാങ്ങിക്കുക. മഞ്ജരീസിലൂടെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി 93 42 49 49 41 എന്ന നമ്പറിലേക്ക് എനിക്കൊരു മെസ്സേജ് തന്നാൽ മതി. നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. റിപ്ലൈ വൈകി എന്നോർത്തിട്ടും വിഷമിക്കേണ്ട, റിപ്ലൈ തരും. ഓക്കെ. ദേവി മഹാത്മ്യം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങാനൊക്കെ പേടി അല്ലെങ്കിൽ വിഷമമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു മാനസികമായിട്ട് ടെൻഷൻ ഉണ്ട് എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വെച്ചാലും അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. അമ്മ എന്നും കൂടെ ഉണ്ടാവും. ഭൗതികതയിൽ നമ്മളെ ഉയർത്താനും നമ്മളുടെ എല്ലാ പ്രയാസങ്ങൾക്കും അമ്മ നമുക്ക് എന്നും ഒരു ഉത്തരമാണ്. ഭഗവാൻ ഉണ്ട് എങ്കിൽ കൂടിയും അമ്മ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു സ്വകാര്യമായിരിക്കുന്ന ഒരു അഹങ്കാരമാണ് അല്ലേ, അമ്മ എന്ന സത്യം. അപ്പം ആ ഭഗവതി ദേവി മഹാത്മ്യത്തിലൂടെ നിങ്ങളുടെ എല്ലാവരുടെ കൂടെയും ഉണ്ടാവട്ടെ. അപ്പം എന്തായാലും എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഉണ്ടാവണം. ഓക്കെ, നമസ്തേ. അപ്പം നമുക്ക് ശങ്കരാചാര്യരുടെ ജീവചരിത്രത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ആരായിരുന്നു ശങ്കരാചാര്യർ? എല്ലാവർക്കും അറിയാം അല്ലേ. കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പറയും ആ കാലടിയിൽ ഉള്ള ഒരു ആചാര്യൻ. പക്ഷെ വേണ്ടത്ര ഒരു ആധികാരികതയോടുകൂടി അല്ലെങ്കിൽ നമ്മൾക്ക് കുടജാത്രി, മൂകാംബിക, കാലടി ഇത്രയൊക്കെ നമുക്ക് ശങ്കരാചാര്യരെ കുറിച്ച് അറിയൂ. പക്ഷെ ആ ഒരു മഹത് ഗുരു ആരാണ്, എന്തായിരുന്നു അദ്ദേഹം നമുക്ക് ചെയ്ത സംഭാവന, ഇതേക്കുറിച്ച് നമുക്ക് അറിഞ്ഞൂടാ അല്ലെ. എങ്ങനെയാണ് അദ്ദേഹം ജഗദ്ഗുരു ആയിരുന്നത്, അല്ലെങ്കിൽ ജഗദ്ഗുരു ആയത് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ആരാധിക്കേണ്ടത്, ഏത് വിധം മനസ്സിലാക്കണം, അതിന് നമുക്ക് ചെറിയൊരു ആർട്ടിക്കിളിലൂടെ പോവാം. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ശങ്കരാചാര്യരുടെ ജീവചരിത്രം പഠിക്കാം. ശ്രീ ശങ്കരാചാര്യരുടെ ജനനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിശ്ചിതമായിരിക്കുന്ന ഒരു അഭിപ്രായത്തിലേക്ക് ഇന്നും പണ്ഡിതന്മാർ എത്തിയിട്ടില്ല. അദ്ദേഹം എപ്പോൾ അവതരിച്ചു, ഏത് സമയം മുതൽ ഏത് സമയം വരെ, ഇതൊന്നും പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പാശ്ചാത്യ പണ്ഡിതന്മാരുണ്ട്, അവർ പറയുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് പറയുന്ന ഗവേഷകന്മാർ പറയുന്നത് അനുസരിച്ചിട്ട് ക്രിസ്തു വർഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ക്രിസ്തു വർഷം ഒരു 788, ക്രിസ്തു വർഷം 788 നമ്മുടെ ശങ്കരാചാര്യർ അവതരിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെ പക്ഷേ ലോകമാന്യ തിലകർ, അതായത് അദ്ദേഹം ഭയങ്കരമായ പണ്ഡിതാഗ്രഗണ്യൻ എന്നൊക്കെയാണ് പറയുക. അത്രയും പണ്ഡിതമായിരിക്കുന്ന ആളാണ്. ആ പാണ്ഡിത്യമുള്ള ആ മഹത് വ്യക്തി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു വർഷം 688 എന്നാണ് പറയുന്നത്. അപ്പം രണ്ട് അഭിപ്രായമുണ്ട്, 788 688 എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ആചാര്യനുണ്ട് അല്ലെ, അത്രയും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ പിന്നെ പറയുന്നു എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യർ 32 വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരുന്നിട്ടുള്ളൂ അദ്ദേഹം. മനസ്സിലായോ? കാലടിയിൽ ഒരു നമ്പൂതിരി കുടുംബത്തിലാണ് നമ്മുടെ ശങ്കരാചാര്യർ അവതരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പിതാമഹനായിരിക്കുന്ന വിദ്യാധിരാജൻ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന വലിയൊരു പണ്ഡിതനായിരുന്നു വിദ്യാധിരാജൻ. അപ്പോൾ അദ്ദേഹത്തിന് ശിവഗുരു എന്നൊരു മകൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാമഹനാണ് കേട്ടോ. പിതാമഹനായിരിക്കുന്ന വിദ്യാധിരാജൻ ഭയങ്കരമായൊരു പണ്ഡിതനാണ്, പ്രഖ്യാദ്യ പണ്ഡിതൻ എന്നാ പറയാം, അത്രയും അറിയപ്പെടുന്ന പണ്ഡിതൻ. അദ്ദേഹത്തിന് ശിവഗുരു എന്നൊരു മകൻ ഉണ്ടായിരുന്നു. എന്താ പേര്? നമസ്തേ സ്വാമി. ശിവഗുരു എന്നൊരു മകൻ. അപ്പോൾ ശിവഗുരു ഭയങ്കര വിദ്യാനിഷ്ഠനാണ്, തപോനിഷ്ഠനാണ്, സദാചാര സമ്പന്നനുമായിരുന്നു ഈ ശിവഗുരു. ഓക്കെ, അങ്ങനെ ഇരിക്കെ ഗുരുഗൃഹത്തിൽ തന്നെ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് കാലം കഴിക്കണം എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരുടെ ആ ഒരു ആഗ്രഹത്തിന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ്. ഇവിടെ തന്നെ താമസിച്ച് ഇവിടെ തന്നെ പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് വഴങ്ങിയിട്ട് വിളിച്ചുകൊണ്ട് പോകാൻ അച്ഛൻ വന്നു. ഈ ശിവഗുരുവിനെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അച്ഛൻ വന്നപ്പോഴത്തേക്കും, ശിവഗുരുവിനാണെങ്കിൽ ഗുരുവിൻ്റെ കൂടെ താമസിച്ച് പഠിച്ചാൽ മതി, പക്ഷെ അച്ഛനമ്മമാർ വന്ന് എന്തായാലും കൊണ്ടുപോകുമല്ലോ. അപ്പോൾ അച്ഛനമ്മമാരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇദ്ദേഹം എന്ത് ചെയ്ത് ഗുരുവിൻ്റെ ഈ വീട്ടിൽ നിന്ന് പഠിത്തം പൂർത്തിയാക്കിയിട്ട്, അദ്ദേഹത്തിന് ഇഷ്ടമില്ല പോവാൻ, എങ്കിൽ കൂടിയും അച്ഛൻ്റെ കൂടെ പോവുകയാണ്, നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പോയി. അങ്ങനെ അദ്ദേഹം കുറച്ചു കാലം ആ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ പോയതിന് ശേഷം ശിവഗുരു എന്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ധർമ്മനിഷ്ഠയ്ക്ക് യോഗ്യനായിരിക്കുന്ന ആര്യാദേവി എന്ന് പറയുന്ന ഒരു അമ്മയെ വിവാഹം ചെയ്യുകയാണ്. അതായത് ഒരു സ്ത്രീ, ആര്യാദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് അവർ നല്ല ഒരു സ്വസ്ഥമായ ദാമ്പത്യ ജീവിതം നയിച്ച് അവരങ്ങനെ പോവാണ്.
അങ്ങനെ പോകുന്ന സമയത്ത് വിദ്യാധിരാജനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കുന്ന ആര്യാദേവിയും ഒരുപാട് കാലം ഇങ്ങനെ സ്വസ്ഥമായി ജീവിച്ച് അവർ കാലധർമ്മം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ശിവഗുരുവിൻ്റെ ആര്യാദേവിയുടെയും യൗവനമൊക്കെ ഇങ്ങനെ കഴിയാണ്. അവർ നല്ല രീതിക്ക് ഇങ്ങനെ ജീവിച്ചു പോയി. അവരുടെ യൗവനമൊക്കെ കുറച്ച് പ്രായമായി, അവരുടെ യൗവനം കഴിഞ്ഞു. സർവദാ അനുഗ്രഹീതരാണ് ഇവർ. എല്ലാ കാര്യത്തിലും അറിവ്, സംസ്കാരം, എല്ലാത്തിലും ഇവർ രണ്ടുപേരും ഭയങ്കര ഇതാണ്, ഉയർച്ചയിലാണ്. പക്ഷേ അവർക്കൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രന്മാരില്ല, അവർക്ക് ഒരു മക്കളില്ല. പുത്രനില്ലാത്ത ആ ഒരു ദുഃഖം, അത് ഇവർക്ക് രണ്ടാൾക്കും ഭയങ്കര സങ്കടമായി. ഒരു പുത്രനില്ലല്ലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ധർമ്മനിഷ്ഠരായിരിക്കുന്ന അവരെന്ത് ചെയ്ത് അടുത്തുള്ള വൃഷാചല ക്ഷേത്രത്തിൽ ചെന്നിട്ട് ചന്ദ്രമൗലീശ്വരനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചന്ദ്രമൗലീശ്വരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഉടുപ്പി ക്ഷേത്രത്തിലുണ്ട്. മഹാദേവൻ തന്നെയാണ്. ചന്ദ്രമൗലീശ്വരനെ അവർ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശിവഗുരു എന്ന് പറയുന്ന മഹാത്മാവും ആര്യാദേവി എന്ന് പറയുന്ന അമ്മയും ചേർന്നിട്ട്, ഭാര്യ ഭർത്താക്കന്മാരാണ്, അവരിരുന്ന് ചന്ദ്രമൗലീശ്വരനെ ഭജിക്കാൻ തുടങ്ങി. അങ്ങനെ പരമഭക്തരായിരിക്കുന്ന ഇവർക്ക് എന്ത് സംഭവിച്ചു? ഭഗവാന്റെ പ്രസാദം ലഭിക്കാൻ അധിക കാലമൊന്നും വേണ്ട. അവർ ഭയങ്കര ഭക്തരാ, അതുകൊണ്ട് അവർക്ക് ഭഗവാന്റെ പ്രസാദം ലഭിക്കുകയാണ്. ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് ഇവർ ഈ പ്രാർത്ഥന തുടങ്ങി. ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ശിവഗുരു ഒരു സ്വപ്നം കാണാൻ, ഒരു ദിവ്യ സ്വപ്നം കണ്ടു. എന്താ അത്? മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കുകയാണ്, എന്തു വരമാണ് ശിവഗുരു വേണ്ടത്? എന്താ ചോദിക്കുന്നത്? എന്തു വരമാണ് ശിവഗുരു വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പുത്രലാഭത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥന നടത്തുന്നത് പ്രഭു എന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവൻ ചോദിച്ചു, അല്പായുസുള്ള ഒരു മകനാണോ വേണ്ടത്, അല്ലെങ്കിൽ സർവജ്ഞനും സർവഗുണ സമ്പന്നനുമായിരിക്കുന്ന ഒരു മകൻ വേണോ എന്ന് ചോദിച്ചു. അല്പായുസുള്ള ഒരു മകനാണോ വേണ്ടത്, അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ അല്പായുസുള്ളവനാണെങ്കിൽ കൂടിയും, അതായത് കുറഞ്ഞ വയസ്സേ ഉണ്ടാവും, പക്ഷേ സർവഗുണ സമ്പന്നനായിരിക്കും, നല്ല അറിവുണ്ടാവും, അങ്ങനെയുള്ള ഒരു മകനാണോ വേണ്ടതെന്ന് വെച്ചു. വയസ്സ് കുറവായിരിക്കും, അല്പായുസേ ഉണ്ടാവും, പക്ഷെ എല്ലാ കാര്യത്തിലും ഭയങ്കര അറിവായിരിക്കും, സർവഗുണ സമ്പന്നനായിരിക്കും, അങ്ങനെ ഒരു മകനെ മതിയോ എന്ന് ചോദിച്ചു. ഇനി അതല്ല, നല്ല ദീർഘായുസ് വേണം, അത് അങ്ങനെ വേണം, പക്ഷേ അജ്ഞനായിരിക്കുന്ന ഒരു പുത്രനായിരിക്കും, വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരാളെയാണോ, അങ്ങനെ ഒരു മകനെയാണോ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ആകെ ഇത് കേൾക്കുമ്പോൾ ഒരു അച്ഛൻ വല്ലാണ്ട് വിഷമിക്കും. കാരണം എല്ലാം വെള്ളത്തിൽ കളിക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിലും നല്ല അറിവൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ എന്താണ്, അല്പായുസ് എന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല, നമ്മുടെ മക്കളാണ്. ഇനി അത് വിട്ടിട്ട് ഒരുപാട് ദീർഘായുസ് ഉണ്ടാവും, പക്ഷെ വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇതിൽ ഏത് അനുഗ്രഹമാണ് വേണ്ടതെന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. അപ്പോൾ ശിവഗുരു ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ആദ്യം പറഞ്ഞ അല്പായുസുള്ള നല്ല ബുദ്ധിയുള്ള സർവഗുണ സമ്പന്നനായ ഒരു മകൻ മതി എന്ന് പറഞ്ഞു. തഥാസ്തു, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് മഹാദേവനും പറഞ്ഞു. അങ്ങനെ മഹാദേവൻ പോയി. ശിവഗുരു ഭയങ്കര സന്തോഷമായി ശിവഗുരുവിന്. അങ്ങനെ ഇരിക്കെ നേരെ ശിവഗുരു എന്ത് ചെയ്ത് ഭാര്യയായ ആര്യാദേവിയോട് പറഞ്ഞു, എൻ്റെ സ്വപ്നത്തിൽ മഹാദേവൻ വന്നു, ഇങ്ങനെ ഒരു കാര്യം എന്നോട് ചോദിച്ചു, ഞാൻ അതിന് ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. ആര്യാദേവിക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആര്യാദേവി സന്തോഷം കൊണ്ട് നൃത്തമാടാൻ തുടങ്ങി. കാരണം അവരുടെ എത്രയോ കാലം മുമ്പേയുള്ള ആഗ്രഹമാണ് ഈ സാധിക്കാൻ പോകുന്നത്, അല്ലേ? അവരുടെ ചിരകാല എന്താ പറയുക, അത്രയും ആ ഒരു ജീവിത ജന്മ പുണ്യ പൂർത്തീകരണമാണ് അവരുടേത്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ അനുഗ്രഹം ലഭിച്ചപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരുടെ സ്വന്തം വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവർ വീണ്ടും അവിടെ ആ വ്രതമൊന്നും അവർ അവസാനിപ്പിച്ചില്ല. ഭഗവാൻ വന്നു അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ വ്രതം അവസാനിപ്പിച്ചു. അവർ നിഷ്ഠയോടുകൂടി വീണ്ടും ആ വ്രതം തുടരുകയാണ്. അങ്ങനെ ശിവധ്യാനത്താലും ശിവചിന്തയാലും അവരിങ്ങനെ കാലം കഴിച്ച് ഇങ്ങനെ പോവാണ്. എല്ലാം ശിവമയമായിട്ടാണ് അവർ കാണുന്നത്. സർവവും ശിവമയമാണ് അവർ കാണുന്നതിലെല്ലാം മഹാദേവൻ എന്നുള്ള ആ ഒരു മനോഭാവത്തിലേക്ക് ആരെത്തി? ആര്യാദേവിയും ശിവഗുരും എത്തുകയാണ്. ഒരു വർഷത്തിനുള്ളിൽ സൂര്യൻ നല്ല ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന സമയത്ത്, ഒരു മേടമാസത്തില് ചന്ദ്രൻ ഇടവരാശിയിൽ നിൽക്കുന്ന സമയത്ത്, ശുഭമുഹൂർത്തത്തില് സൂര്യകോടി ജ്യോതിർമയനും ചന്ദ്രകോടി സുശീതളനുമായിരിക്കുന്ന ശ്രീ ശങ്കരൻ അവതരിക്കുന്നു. ആലോചിക്ക്, ആ ഒരു ജഗദ്ഗുരു അവതരിക്കുകയാണ്. അങ്ങനെ മാതാപിതാക്കളുടെ ആനന്ദം എന്ന് പറഞ്ഞാലോ, അയ്യോ ഞങ്ങൾക്കൊരു മകനുണ്ടായി, അത് മഹാദേവൻ അനുഗ്രഹിച്ചു എന്നുള്ള ആ ഒരു സന്തോഷം അതവർക്ക് പറഞ്ഞാലും വിവരിച്ചാലും തീരില്ല. അങ്ങനെ ഇരിക്കെ അവരുടെ ശിവഭക്തി ഇങ്ങനെ വർദ്ധിക്കുകയാണ്. കാരണം അവരെ അനുഗ്രഹിച്ച് അവർക്ക് മകനെ കൊടുത്തത് ആരാ? മഹാദേവൻ.
അങ്ങനെ ഇരിക്കെ ശാസ്ത്രവിധി പ്രകാരമുള്ള ജാതകർമ്മം, അതായത് ജാതകം എഴുതുന്നതും എല്ലാം ആ ഒരു സമയം കറക്റ്റ് സമയത്തിന് അവർ നടത്തി. ജാതകം നോക്കിയപ്പോഴോ സൂര്യനും ചന്ദ്രനും എന്ന് പറഞ്ഞതുപോലെ വ്യാഴവും ശനിയും എല്ലാം ഉച്ചസ്ഥിതിയിൽ നിൽക്കുകയാണ്. പക്ഷെ അൽപായുസ് എന്നൊരു ദോഷം മാത്രമാണ് ജാതകത്തിലുള്ളത്. ഈ കുഞ്ഞിന്റെ ജാതകത്തിൽ അൽപായുസ് എന്ന് പറയണ ഒരു ദോഷം മാത്രമുണ്ട്. അപ്പോൾ മഹാദേവൻ പറഞ്ഞ കാര്യം ശിവഗുരു ആലോചിച്ചു. ശരിയാണ്, അൽപായുസ് ആയിരിക്കുന്ന ഒരു മകനെ ആയിരിക്കും നൽകുക എന്ന് മഹാദേവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഇരിക്കെ അവരതൊക്കെ മനസ്സിൽ വെച്ചു. എന്താവട്ടെ, എന്തായാലും മകൻ വന്നല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിൽ മഹാദേവന്റെ അനുഗ്രഹമല്ലേ എന്നോർത്ത് അവരിങ്ങനെ പോവാണ്. അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശങ്കരന്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കരം ശാന്തനാണ് അദ്ദേഹം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഭയങ്കരം ശാന്ത സ്വരൂപനാണ് നമ്മുടെ ആചാര്യൻ. അങ്ങനെ ഇരിക്കെ തീക്ഷ്ണ ബുദ്ധിയാണ് ആചാര്യന്. എന്ത് പറഞ്ഞാലും അടുത്ത സെക്കൻഡ് അപ്പം തന്നെ അദ്ദേഹത്തിന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ തീക്ഷ്ണ ബുദ്ധി 3 വയസ്സ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ആലോചിക്കണം, 3 വയസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹം എന്താ ചെയ്തത്? സ്വന്തം ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ മുഴുവൻ വായിച്ചു മനസ്സിലാക്കാൻ സാധിച്ചു. എല്ലാ ഗ്രന്ഥങ്ങളും അദ്ദേഹം വായിച്ചു മനസ്സിലാക്കാണ്. ഇതെല്ലാം കണ്ടപ്പോഴേക്കും 5ാമത്തെ വയസ്സിൽ ഉപനയനം ചെയ്യണമെന്ന് നമ്മുടെ അച്ഛനായ ശിവഗുരു തീരുമാനിച്ചു. മോൻ ഇത്രയും ഒരു വലിയ ഒരു ജ്ഞാനമാണ്, അപ്പൊ അവന്റെ 5ാമത്തെ വയസ്സിൽ തന്നെ അവനെ ഉപനയനം ചെയ്യണം. അങ്ങനെ ബ്രഹ്മവർച്ചസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 5 വയസ്സിൽ തന്നെ ഉപനയനം ചെയ്യണം എന്നൊരു ശാസ്ത്രവിധി കൂടിയുണ്ട്. അങ്ങനെ മനുഷ്യ സങ്കല്പം പോലല്ലല്ലോ ഈശ്വര നിശ്ചയം എന്ന് പറയുന്നത്. നമ്മൾ നിശ്ചയിക്കും, ഭഗവാൻ ഒന്ന് തീരുമാനിക്കും. അങ്ങനെ ശങ്കരന്റെ 3ാമത്തെ വയസ്സിൽ ശിവഗുരു ശിവലോകം പോവുകയാണ്. അച്ഛൻ മരിച്ചു. മകന്റെ 3ാമത്തെ വയസ്സ് വന്നപ്പോഴേക്കും അങ്ങനെ ഇരിക്കെ എന്തായാലും അമ്മ തീരുമാനിച്ചു, ഭർത്താവ് പോയി, എൻ്റെ മകൻ്റെ അച്ഛൻ പോയി, എന്നാലും ശരി എൻ്റെ മകൻ്റെ ഉപനയനവും കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കണം, എൻ്റെ ഭർത്താവ് അത് ആഗ്രഹിച്ചതാണ് എന്ന് തീരുമാനിച്ചിട്ട് മകൻ്റെ 5ാമത്തെ വയസ്സിൽ തന്നെ സധീരത്നമായിരിക്കുന്ന ആ ആര്യാദേവി അമ്മ ശങ്കരൻ്റെ ഉപനയനം നടത്തി. അങ്ങനെ ശങ്കരൻ എന്തു ചെയ്തു? ഗുരുവിൻ്റെ ഗ്രഹത്തിൽ ചെന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് വേദാദി ശാസ്ത്രങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് ആ കുഞ്ഞിൻ്റെ ആ ഒരു ആശ്ചര്യകരമായിരിക്കുന്ന ആ ബുദ്ധിശക്തി കണ്ടിട്ട് എല്ലാവർക്കും അത്ഭുതം തോന്നി. എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ജസ്റ്റ് പറയുമ്പോഴത്തേക്കും ശങ്കരൻ അങ്ങോട്ടേക്ക് അതെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുകയാണ്. അതിഭയങ്കരമായിരിക്കുന്ന ഒരു ബുദ്ധിയായിരുന്നു ആ കുഞ്ഞിനുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഗുരുക്കന്മാർക്കും എല്ലാവർക്കും സഹപാഠികൾക്കും എല്ലാം ഭയങ്കര ആശ്ചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗുരുവിന് കുഞ്ഞിനെ വലിയ ഇഷ്ടമായിരുന്നു, ശങ്കരനെ. കാരണം നല്ല സ്മാർട്ട് ബോയ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ നല്ല സാമർഥ്യമുള്ള അതിഭയങ്കരമായിരിക്കുന്ന ജ്ഞാനമുള്ള ശാന്തസ്വരൂപനായിരിക്കുന്ന ഈ ശങ്കരനെ ഗുരുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഭയങ്കരമായിരിക്കുന്ന ഒരു എന്താ പറയാ, ഒരു തേജസ് ആ കുഞ്ഞിൻ്റെ മുഖത്ത് കാണാൻ സാധിക്കുമായിരുന്നു. ഒരിക്കൽ ബ്രഹ്മചാരികളുടെ ഒക്കെ ഒരു ആചാരമുണ്ട്. ആചാരപ്രകാരം അദ്ദേഹം എന്ത് ചെയ്ത് ഒരു വീട്ടിൽ ഭിക്ഷയ്ക്ക് പോയി. ബ്രഹ്മചാരികൾ പറഞ്ഞു ഭിക്ഷ എടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആചാരം ഉണ്ട് അവർക്ക്. അങ്ങനെ ഈ കുഞ്ഞ് ഭിക്ഷ എടുക്കാൻ പോയി. ഭിക്ഷ എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ ഗൃഹനായിക, ആ വീട്ടിൻ്റെ ഓണർ, ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. ആ അമ്മയ്ക്ക് ഒന്നുമില്ല, ഭിക്ഷ കൊടുക്കാൻ ഒന്നുമില്ല ആ വീട്ടിൽ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വിഷമിച്ച് വേദനിച്ച് അമ്മ ആ വീട് മുഴുവൻ പരതിയപ്പോൾ ഒരു കുഞ്ഞ് നെല്ലിക്ക കിട്ടി. ആ നെല്ലിക്ക എടുത്തിട്ട് എന്ത് ചെയ്തു? ആചാര്യർക്ക് ഭിക്ഷ കൊടുത്തു. കാരണം ശങ്കരാചാര്യർ ഭിക്ഷ ചോദിച്ചു വന്നിരിക്കണം. അപ്പം ഭിക്ഷ ചോദിച്ച് വരുന്നവരെ നമ്മൾ ഒരിക്കലും മടക്കി പറഞ്ഞയക്കരുതെന്നാ. അങ്ങനെ നേരെ ആ നെല്ലിക്ക എടുത്തു കൊടുത്തു. വേറെ ഒന്നും ആ വീട്ടിലില്ല. എന്നിട്ട് അമ്മ പറഞ്ഞു, മോനെ ഈ വീട്ടിലൊന്നുമില്ല തരാൻ, ഞാൻ ഭയങ്കര പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, ഇവിടെ ഒരു നെല്ലിക്ക മാത്രമേ ഉള്ളൂ മോനെ, അത് കുഞ്ഞു കൊണ്ടുപോളൂ എന്ന് പറഞ്ഞിട്ട് അമ്മ അത്രയും സമർപ്പണത്തോടു കൂടി കൊടുക്കുകയാണ്. നമ്മളാണെങ്കിലോ ഒരു നേരത്തെ അന്നദാനം കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ 10,000 വട്ടം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. ഒരു 5 എണ്ണം കൂടി തരൂ, ഒരു 3 എണ്ണം കൂടി തരൂ, ഞാൻ ശങ്കരാചാര്യരുടെ സ്ഥാനത്ത് നിന്ന് യാചിക്കണം, എന്നാലാണ് നമുക്ക് കിട്ടുക അല്ലേ? അപ്പം നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്കെങ്കിലും കൊടുക്കാൻ സാധിച്ചാൽ ആ നമ്മുടെ എന്താ പറയുക, അത് എത്ര വലിയൊരു അനുഗ്രഹം എന്നറിയോ. അറ്റ് പ്രസന്റ് നമുക്ക് ഒരു മാറ്റവും കണ്ടില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മാറ്റമാണത്. അത് മനസ്സിലാക്കണം. അത്രയും നമ്മൾ അന്നദാനം എന്ന് പറഞ്ഞാൽ അത്രയും ദാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
എന്താ പറയുക, ആ അമ്മ പൂർണ്ണ മനസ്സോടുകൂടി എന്താ ചെയ്തത്, എങ്ങനെയോ തേടി പിടിച്ച് ഒരു നെല്ലിക്ക ഭഗവാന് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ അന്നദാനം കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ ഈ അന്നദാനമായിട്ട് പുറത്തു പോകുമ്പോൾ നമ്മുടെ കണ്ണിൽ കാണുന്നത് എല്ലാവരും തെരുവിൽ കിടക്കുന്ന കുറേ ആൾക്കാർ. അതിൽ ഈശ്വരൻ വേഷം മാറിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടോ നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ? നമ്മൾ അന്നദാനം കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ എന്താ സാധിക്കാത്തത്? അപ്പൊ നമ്മൾ ആരെങ്കിലും കൊടുക്കുന്ന ഒരു അന്നദാനം സാക്ഷാൽ ഈശ്വരന്റെ കയ്യിലേക്കല്ല എത്തുന്നത് എങ്ങനെ പറയാൻ പറ്റും? ആലോചിച്ച് നോക്കൂ. എപ്പോഴും ഞാൻ എന്തെങ്കിലും വെച്ചാൽ അന്നദാനം കൊടുക്കുമ്പോൾ ഒരു 2 എണ്ണം എക്സ്ട്രാ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അതറിയാറുണ്ടോ? എൻ്റെ പേര് ലൈവിൽ വായിക്കാറില്ല എന്നേ ഉള്ളൂ, പക്ഷെ 2 എണ്ണമെങ്കിലും എക്സ്ട്രാ ഞാൻ കരുതും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു സമർപ്പണമായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിൻ്റെ എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എന്നാലും ഒരു 2 ഭക്ഷണം. എപ്പോഴാണ് ഭഗവാൻ നേരിട്ട് വന്ന് നമ്മൾ കൊടുക്കുന്ന ആ ഭക്ഷണപ്പൊതി സ്വീകരിക്കാമെന്ന് അറിയില്ല. എന്നും മനസ്സുകൊണ്ട് ഞാനത് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് പോകാറ്. ഭഗവാന് നേദ്യം വെക്കാറുണ്ട് എങ്കിൽ കൂടിയും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഭക്ഷണം ആരുടെ കയ്യിലേക്കാണ് എത്തുക എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? അങ്ങനെ ഇരിക്കെ ഈ അമ്മ കൊടുത്ത ആ നെല്ലിക്ക ശങ്കരാചാര്യർക്ക് സമർപ്പണം ചെയ്തു. ശങ്കരാചാര്യർക്ക് ഭയങ്കര സങ്കടമായി. കാരണം അവിടുത്തെ ദാരിദ്ര്യം അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം എന്ത് ചെയ്തു? കനകധാരാ സ്തോത്രം അങ്ങ് രചിച്ച് ചൊല്ലാൻ തുടങ്ങി ശങ്കരാചാര്യർ. ആ ദാരിദ്ര്യം മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. കനകധാരാ സ്തോത്രം ആലോചിച്ച് നോക്കണം. അങ്ങനെ ഇരിക്കെ ആ ഒരു അമ്മ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ്. ശങ്കരാചാര്യർ കനകധാരാ സ്തോത്രം രചിച്ചപ്പോഴേക്കും, കാരണം അത്രയും ദാരിദ്ര്യമായിരുന്നു ആ അമ്മയ്ക്ക്, മനസ്സിലായില്ലേ? ആ ദാരിദ്ര്യത്തിന് ഇടയിൽ കൂടിയും എന്താ ചെയ്യുന്നത്, ആ ഒരു അമ്മയ്ക്ക് ആ ശങ്കരാചാര്യർ ഭിക്ഷ ചോദിച്ചു വന്നപ്പം ഇല്ല എന്ന് പറയാനോ അല്ലെങ്കിൽ ഞാൻ തന്നെ ഭയങ്കര വിഷമത്തിലാണെന്നോ പരാതി പറയാനോ ഒന്നും തോന്നിയില്ല. ആ അമ്മ അത്രയും നിറഞ്ഞ ഹൃദയത്തോടു കൂടി ആ ശങ്കരാചാര്യർക്ക് കൊടുക്കുകയാണ് എന്ത്, ആ നെല്ലിക്ക. എന്നിട്ട് ദുഃഖം പറയാണ്, എനിക്കൊന്നുമില്ല മോനെ തരാൻ, ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദുഃഖം പറഞ്ഞപ്പോഴേക്കും ശങ്കരാചാര്യർക്ക് ഭയങ്കര സങ്കടമായി. അദ്ദേഹം അത് വാങ്ങിയിട്ട് നേരെ എന്താ ചെയ്യുന്നത്, കനകധാര സ്തോത്രം അങ്ങ് ചൊല്ലാൻ തുടങ്ങി. അദ്ദേഹം രചിച്ചു, കനകധാര സ്തോത്രം രചിച്ചിട്ട് ലക്ഷ്മി ഭഗവതിയോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ആ അമ്മയുടെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയിട്ട്. പവർ ആലോചിച്ച് നോക്കണം, നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. അങ്ങനെ കനകധാര സ്തോത്രം അദ്ദേഹം ചൊല്ലിയപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി ദേവി ഭഗവതിയോട് പ്രാർത്ഥിച്ചു. അദ്ദേഹം എന്താണ്, അത്രയും ദാരിദ്ര്യമുള്ള ഈ അമ്മയുടെ ദുരിതം മാറ്റിക്കൊടുക്കണേന്ന് അദ്ദേഹം അമ്മയോട് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചു ശങ്കരാചാര്യർ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴേക്കും സ്വർണ്ണ നെല്ലിക്കയായിട്ട് ഈ നെല്ലിക്ക മനംഗതന്ത്രം ആകേകരസ്ഥിരകരീനികപക്ഷ്മനേത്രം ഭൂത്യൈ ഭവേന്മമ ഭുജംഗശയാംഗനായാഃ ബാഹ്വന്തരേ മധുജിതഃ ശ്രിയകൗസ്തുഭേയാഃ ഹാരാവലീവ ഹരിനീലമയീ വിഭാതി കാമപ്രദാ ഭഗവതോപി കടാക്ഷമാലാ കല്യാണമാവഹതു മേ കമലാലയായാഃ. അങ്ങനെ കനകധാര സ്തോത്രം ചൊല്ലിയപ്പോഴേക്കും ആ അമ്മയുടെ വീട്ടില് ആ കൊടുത്ത നെല്ലിക്കയ്ക്ക് പകരമായിട്ട് സ്വർണ്ണ നെല്ലിക്കകൾ ഇങ്ങനെ വർഷിക്കാൻ തുടങ്ങി. അയ്യോ, ആ അമ്മയുടെ എല്ലാ ദുരിതവും മാറി ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചു. ആ കുഞ്ഞിൻ്റെ അസാമാന്യമായിരിക്കുന്ന ആ ഒരു ശക്തി കണ്ടിട്ട് എന്താ അമ്മയ്ക്ക് പറയണ്ടേന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കെ ആ ഒരു ദയ ശങ്കരാചാര്യർ എത്ര പേരോട് കാണിച്ചിരിക്കണം, എത്ര പേരോട് ആ ദയ ഭഗവാൻ കാണിച്ചിട്ടുണ്ടാവും, ആലോചിച്ച് നോക്കിക്കേ.
ഇങ്ങനെ ഒരുപാട് പേരോട് ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ പാവങ്ങളോട് അദ്ദേഹം കരുണ കാണിച്ചിട്ടുണ്ട്. കരുണാം വിസ്താരായ എന്ന് ഒരു സ്തോത്രത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 3 സംവത്സരം കഴിഞ്ഞു. ആ 3 സംവത്സരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഗുരുവിൽ നിന്ന് സകല ശാസ്ത്രങ്ങളും അഭ്യസിച്ചിട്ട് നമ്മുടെ ശങ്കരാചാര്യർ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. എല്ലാം മനസ്സിലാക്കി പഠിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? നേരെ എന്താ ചെയ്തത്? അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് പോയി. അങ്ങനെ പോയിട്ട് അമ്മയൊക്കെ നന്നായി ശുശ്രൂഷിച്ച് നോക്കി. കുറച്ച് നാൾ വേദങ്ങളെല്ലാം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപന വൃത്തി, അതായത് അധ്യാപന ജോലിയൊക്കെ ചെയ്ത് എല്ലാം അദ്ദേഹം ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇരിക്കെ ആ ബാലഗുരു, അതായത് ആ ഗുരു എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വലിയ ഗുരുശ്രേഷ്ഠനായി മാറി. ആ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് ഒരുപാട് പേര് ശ്രദ്ധയോടെ ഭക്തിയോടുകൂടി പഠിക്കാൻ തുടങ്ങി. വിഖ്യാദ്യമായിരിക്കുന്ന പല പണ്ഡിതന്മാരും അദ്ദേഹത്തെ ആദരിക്കുകയും വന്ന് കാണുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. അങ്ങനെ ആ കാലത്ത് ഈ കാലടിയിലൂടെ അല്ല നമ്മുടെ ആലുവ പുഴ ഒഴുകിയിട്ടുണ്ടായിരുന്നത് ആ കാലത്ത്. അതുകൊണ്ട് തന്നെ ശങ്കരാചാര്യരുടെ അമ്മ കുളിക്കാൻ പോകുന്ന സമയത്ത് ദിവസവും ഒരുപാട് ദൂരം നടക്കണം അമ്മയ്ക്ക് കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദിവസം ശങ്കരാചാര്യർ നോക്കുന്ന സമയത്ത് കുളിക്കാൻ പോയ അമ്മയെ കാണുന്നില്ല. ഒരുപാട് സമയമായി അമ്മ പോയിട്ട് കാണുന്നില്ല. അപ്പോൾ എന്താ ഇത് അമ്മ വരാത്തതെന്ന് ഓർത്തിട്ട് ശങ്കരാചാര്യർ എന്ത് ചെയ്തു? നേരെ അമ്മയെ അന്വേഷിച്ച് ഇറങ്ങി. അങ്ങനെ പോയപ്പോൾ വഴിയിലുണ്ട് അമ്മ തളർന്ന് വയ്യാതെ ക്ഷീണിച്ച് തല ചുറ്റി തറയിൽ കിടക്കുന്നു. അമ്മ താഴെ കിടക്കുന്നു. അപ്പോൾ വേഗം പോയിട്ട് ശങ്കരാചാര്യർക്ക് സങ്കടം വന്നു. അമ്മ തറയിൽ തല ചുറ്റി വീണ് കിടക്കല്ലേ. അദ്ദേഹം എന്ത് ചെയ്തു? വേഗം എടുത്ത് അമ്മയെ മടിയിൽ കിടത്തി വെള്ളമൊക്കെ തളിച്ച് എന്നിട്ട് അമ്മയെ കൊണ്ടുപോയി സ്വന്തം വീട്ടിലേക്ക് മകൻ കൂട്ടിക്കൊണ്ടുപോയി. ശങ്കരാചാര്യർ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹം നേരെ എന്ത് ചെയ്തു? ആ നദി നേരെ എന്തായി? കാലടിയിലൂടെ സ്വന്തം വീട്ടിൻ്റെ മുന്നിൽ കൂടി തന്നെ ഒഴുകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ നിർമ്മലനായിരിക്കുന്ന ആ ഒരു ബാലഗുരുവായിരിക്കുന്ന നമ്മുടെ ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ നിഷ്കപടമായിരിക്കുന്ന ആ ഒരു പ്രാർത്ഥന, അതായത് നിഷ്കപടമായ പ്രാർത്ഥന തന്നെയാണ് അത് പറയുന്നത്. ആ ഒരു പ്രാർത്ഥന ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ നിറവേറ്റിയതായിട്ട് ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. ആ പുഴ ഇന്നും കാലടിയിലൂടെ സ്വസ്ഥമായി ശങ്കരാചാര്യരുടെ അതേ ഒരു ലാളനയോടുകൂടി ആ പുഴ ഇന്നും കാലടിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ശങ്കരാചാര്യരുടെ ഗുണഗണങ്ങളെല്ലാം അറിഞ്ഞ് കേരളാധിപതിയായിരുന്ന നമ്മുടെ രാജശേഖര രാജാവ് അദ്ദേഹത്തെ കാണാൻ വന്നു. ശങ്കരാചാര്യരെ കാണാൻ വരികയാണ്. അപ്പോൾ സംഭാഷണം കൊണ്ട് പരിതൃപ്തനായിരിക്കുന്ന ആ മഹാരാജാവ്, അതായത് ആ കുഞ്ഞിൻ്റെ സംസാരം കൊണ്ട് സന്തോഷവാനായിരിക്കുന്ന ആ മഹാരാജാവ് അദ്ദേഹത്തിന് ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ കാഴ്ചവെക്കുകയാണ്. ശങ്കരാചാര്യർക്ക് നല്ല അറിവും എല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കുറേ സ്വർണ്ണ നാണയങ്ങളൊക്കെ കാഴ്ചവെച്ചു. അപ്പോൾ ശങ്കരാചാര്യരുണ്ടോ ഇത് സ്വീകരിക്കുന്നു? ഒരിക്കലും അദ്ദേഹം അത് സ്വീകരിക്കാൻ തയ്യാറല്ല അല്ലേ. അപ്പം അദ്ദേഹം പറഞ്ഞു, താൻ കൊണ്ടുവന്നത് തിരിച്ചു കൊണ്ടുപോകുകയില്ലെന്നും യോഗ്യന്മാർക്ക് തന്നെ ആ ശ്രീ ശങ്കരാചാര്യർ അത് ദാനം ചെയ്യണം എന്നൊക്കെ ആര് പറയുന്നു? നമ്മുടെ ഒരു മിനിറ്റ്, എന്താ പറയണത്? യോഗ്യന്മാർക്ക് ശ്രീ ശങ്കരാചാര്യർ തന്നെ അത് ദാനം ചെയ്യണമെന്ന് നമ്മുടെ രാജാവ് പറഞ്ഞു നോക്കി. ഞാൻ കൊണ്ടുവന്നത് ഞാൻ തിരിച്ചു കൊണ്ടുപോവില്ല ശങ്കര, അങ്ങ് നിരസിച്ചാലും ഞാൻ കൊണ്ടുപോവില്ല. ആരാണോ യോഗ്യരായിട്ടുള്ളവർ അവർക്ക് അത് അങ്ങ് തന്നെ ദാനം ചെയ്യൂന്ന് പറഞ്ഞു. ദാനം ചെയ്യുന്നത് രാജധർമ്മമാണ്. യോഗ്യന്മാരെ തിരിച്ചറിയാൻ നാടുവാഴിക്കാണ് സാധിക്കുക എന്ന് പറഞ്ഞു. ദാനം എന്ന് പറയുന്നത് രാജധർമ്മം തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ യോഗ്യന്മാരാരാണെന്ന് തിരിച്ചറിയാൻ അത് നാടുവാഴിക്കേ സാധിക്കൂ. അതുകൊണ്ട് അപ്പോൾ അത് ശങ്കരാചാര്യർ അങ്ങനെ മറുപടി നൽകി. അപ്പോൾ ഈ രാജാവ് എന്ത് ചെയ്തു? ശരി എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശങ്കരാചാര്യരുടെ ആ ഒരു അസാമാന്യമായിരിക്കുന്ന ത്യാഗവും അറിവും എല്ലാം ശരിക്കും പറഞ്ഞാൽ ആ രാജാവിനെ വിസ്മയിപ്പിച്ചു. കാരണം അത്രയും സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തിട്ട് അതുപോലും വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം നിരസിക്കുകയാണ്. എന്നിട്ടോ അത് പാവങ്ങളായിരിക്കുന്ന മറ്റാർക്കെങ്കിലും കൊടുക്കൂ, എനിക്കതിനൊന്നും ആവശ്യമില്ല എന്ന് തീർത്ത് പറഞ്ഞ് അദ്ദേഹം അത് നിരസിച്ചു. അങ്ങനെ 3 കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ രാജാവ് അത് നമ്മുടെ ശങ്കരാചാര്യരെ
വായിച്ച് കേൾപ്പിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ആ രാജാവ് തിരിച്ചുപോയി. അങ്ങനെ ശാസ്ത്ര പഠനവും അതുപോലെ ആധ്യാത്മിക ധ്യാനവും ഒക്കെ മോക്ഷമാണ്, പരമപുരുഷാർത്ഥമാണ്, അതിനു വേണ്ടിയിട്ട് സന്യാസം സ്വീകരിക്കണം എന്നാര് തീരുമാനിച്ചു? നമ്മുടെ ശങ്കരാചാര്യർ തീരുമാനിക്കുകയാണ്. സന്യാസം വേണം, മോക്ഷം വേണം എന്നങ്ങ് തീരുമാനിച്ചു. എന്നാലോ അമ്മയുടെ അടുത്ത് ഇത് പറയാമെന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു പ്രശ്നമാണ്. അമ്മ അംഗീകരിക്കില്ലല്ലോ അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ. പക്ഷേ അമ്മ ഒരിക്കലും അത് സമ്മതിക്കില്ല അമ്മ, അത് ഉറപ്പാണ്. അങ്ങനെ മാതൃഭക്തനായിരിക്കുന്ന ശ്രീ ശങ്കരൻ, അമ്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്രയും മാതൃഭക്തിയാണ്. ആ ശങ്കരൻ എന്ത് ചെയ്ത്, അമ്മയുടെ അനുവാദം കൂടാതെ എൻ്റെ ഈ ആഗ്രഹം ഞാൻ ചെയ്യില്ല, അമ്മ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ സന്യസിക്കൂ എന്ന് നമ്മുടെ ശങ്കരാചാര്യർ അങ്ങ് നിശ്ചയിക്കുകയാണ്. എന്നാലോ ഒരു കാരണവശാലും അമ്മയോട് ഇത് പറഞ്ഞ അമ്മ സമ്മതിക്കുന്നുമില്ല. എന്നാൽ ഈശ്വരൻ ആ ഒരു നിർമ്മലമായ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഈശ്വരൻ നിറവേറ്റാതിരിക്കില്ല. ഉറപ്പായിട്ടും ശങ്കരാചാര്യരുടെ ആഗ്രഹം ആ ഭഗവാൻ നിറവേറ്റി കൊടുക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ ശങ്കരാചാര്യർ ഇങ്ങനെ നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിക്കുമ്പോൾ ഒരു മുതല വന്നിട്ട് ശങ്കരാചാര്യരെ പിടിക്കാൻ നോക്കി. അപ്പോഴേക്കും മരണത്തെ മുഖാമുഖം കാണുകയാണ് ശങ്കരാചാര്യർ. ഈ മുതല പിടിക്കാൻ നോക്കിയപ്പോഴേക്കും ഉടനെ എന്ത് ചെയ്തു, കരയാൻ തുടങ്ങി. അമ്മ ഭയങ്കരമായിട്ട് അയ്യോ എൻ്റെ മോൻ എന്ന് പറഞ്ഞൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അപ്പോൾ മകൻ പറയാണ്, ശങ്കരാചാര്യർ പറയാണ് അമ്മയോട്, സന്യസിക്കാനുള്ള എൻ്റെ ആഗ്രഹം ഇപ്പോഴെങ്കിലും സാധിപ്പിച്ചു താ അമ്മയെന്ന് പറഞ്ഞു. അന്നേരം പ്രാർത്ഥിച്ചപ്പോഴേക്കും അമ്മ വിചാരിക്കണം, അയ്യോ എൻ്റെ മോനെ സന്യസിക്കാൻ വിട്ടാൽ ഈ മുതല വിടുമെങ്കിൽ എൻ്റെ മകൻ ജീവനോടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അമ്മ സമ്മതിക്കുകയാണ്. ശരി ശരി മോനെ നീ സന്യസിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സന്യാസ്തോഹം എന്ന് 3 പ്രാവശ്യം പറയാൻ വേണ്ടിയിട്ട് ശങ്കരാചാര്യർ എന്ത് ചെയ്തു, അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് അങ്ങനെ അദ്ദേഹം സന്യാസാശ്രമം സ്വീകരിക്കുകയാണ്. ഈ മകൻ ശങ്കരാചാര്യർ എന്തൊരാശ്ചര്യം എന്നറിയാമോ, അദ്ദേഹം ആ ഒരു വാക്ക് 3 പ്രാവശ്യം പറഞ്ഞതും ഈ മുതല അദ്ദേഹത്തെ വിട്ടുപോയി, ശങ്കരാചാര്യരെ വിട്ടുപോയി. എന്നിട്ടോ അപ്പോൾ മുതല വിട്ടപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അയ്യോ എൻ്റെ മോൻ രക്ഷപ്പെട്ട്, ആ മുതല വിട്ടു, എൻ്റെ മകനെ ജീവനോടെ വിട്ടു എന്ന്. അങ്ങനെ സന്യാസിക്ക് ഗൃഹവാസം വിധിച്ചതല്ല, വീട്ടിൽ താമസിക്കാൻ പാടില്ല സന്യാസി. അതുകൊണ്ട് ശങ്കരാചാര്യർ അമ്മയോട് യാത്ര ചോദിക്കുകയാണ്. സത്യനിഷ്ഠയായിരിക്കുന്ന ആ അമ്മ എന്ത് ചെയ്തു, ഒരുപാട് സങ്കടപ്പെട്ടു. മകൻ വീട് വിട്ടു പോകണമെങ്കിൽ അമ്മയ്ക്ക് ആരുമില്ല, ആ വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ്. എങ്കിലും അമ്മ എന്ത് ചെയ്തു, ശരി ഞാൻ വാക്ക് കൊടുത്തതല്ലേ, ഞാൻ ഒരിക്കലും ആ പറഞ്ഞ വാക്ക് തെറ്റിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മകനെ പോവാൻ അനുവദിക്കുകയാണ്. പക്ഷേ അന്ത്യസംസ്കാരം പുത്രനെ കൊണ്ട് ചെയ്യാൻ നിവർത്തിയില്ലല്ലോ എന്ന് വിഷമിച്ചു. അമ്മ വിചാരിച്ചു, മകൻ സന്യസിക്കാൻ പോയാൽ ഇനി ഞാൻ മരിച്ചു പോയാൽ എൻ്റെ അവസാന കർമ്മം ശേഷക്രിയ ആര് ചെയ്യും, എൻ്റെ മോൻ ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടാവില്ലല്ലോ എന്ന്. അപ്പോൾ ഇത് അമ്മയുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞു, അമ്മ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നത്, അത് ഞാൻ തന്നെ നിറവേറ്റും എന്ന് പറഞ്ഞു ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ ബന്ധുക്കളുടെ സംരക്ഷണത്തിൽ, വിശേഷിച്ച് പറയുകയാണെങ്കിൽ അനാഥരക്ഷകനായിരിക്കുന്ന ഈശ്വരനിൽ അനാഥയായ അമ്മയുടെ ചുമതല സമർപ്പിക്കുകയാണ്. ഭഗവാനിൽ മാത്രം ശങ്കരാചാര്യർ ആ ഒരു സ്വന്തം അമ്മയുടെ ചുമതല, സംരക്ഷണം ഭഗവാനിൽ കൊടുത്തിട്ട് ആ ബാലൻ, ആ കുഞ്ഞ് സന്യാസി സ്വന്തം വീട്ടിൽ നിന്ന് യാത്ര പോവുകയാണ് സന്യസിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നർമ്മദാ നദിയുടെ തീരത്ത് ഒരു ഗുഹയിൽ താമസിച്ചിരുന്ന യോഗീശ്വരനായിരിക്കുന്ന ഗോവിന്ദ ഗുരുവിനെ പറ്റി കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവണം എന്നാണ് നമ്മുടെ ശങ്കരാചാര്യർ തീരുമാനിക്കുന്നത്. ഈ ആഗ്രഹവുമായിട്ട് മകൻ നടന്നകലുന്നത് ആ അമ്മ ഒറ്റയ്ക്ക് ആ വീട്ടിൽ നിന്ന് നോക്കിക്കാണാണ്. ഇനി എന്ന് ഈ മകൻ തിരിച്ചു വരും? സ്നേഹിച്ചും വളർത്തിയും കൊതി തീരാതെ ഒരമ്മ ഭർത്താവ് നഷ്ടപ്പെട്ട് ഇനി മുന്നോട്ട് എന്തെന്നറിയാതെ ആ അമ്മ ഇങ്ങനെ വഴിക്കണ്ണുമായിട്ട് നിൽക്കുകയാണ്. മകൻ ദൂരേക്ക് നടന്നു പോകുന്നു, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിട്ട്. എന്നാൽ ഈ മകൻ എല്ലാ വേദനകളും ഉള്ളിലടക്കി ദൂരെ എത്തിയപ്പോൾ ഒന്ന് മാറി തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴും ഒരു റാന്തൽ വിളക്കും പിടിച്ചുകൊണ്ട് അമ്മ ആ വീട്ടിൻ്റെ വാതിൽക്കൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാഴ്ച ശരിക്കും പറഞ്ഞാൽ ഹൃദയം തകരുന്ന ഒരവസ്ഥയായിരുന്നു ആ അമ്മയ്ക്കും ആ മകനും. എങ്കിലും നമ്മുടെ ശങ്കരാചാര്യർ നർമ്മദാ നദിയുടെ തീരത്തിൽ ഒരു ഗുഹയിൽ താമസിക്കുന്ന ഒരു യോഗീശ്വരനുണ്ട്, ഗോവിന്ദ ഗുരു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവണം എന്നുള്ള ആ ലക്ഷ്യത്തിൽ ആ മകൻ പോവുകയാണ്. അങ്ങനെ കേട്ടുകേൾവി മാത്രമാണ് ആ ഗുരുവിനെ പറ്റി ആ കുഞ്ഞിനുള്ളത്.
ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ആ കുഞ്ഞിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് ഒരു 8 വയസ്സ് മാത്രമാണുള്ളത്. ആ 8 വയസ്സായ മകൻ്റെ ആ ധൈര്യവും ദൃഢനിശ്ചയവും ഭയങ്കര അസാധാരണമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു. 3 സന്ധ്യകളിലും സ്നാനജപാദികളും ഉച്ചയ്ക്ക് ഭിക്ഷയെടുത്തും കാലത്തും വൈകുന്നേരം യാത്ര ചെയ്തും സന്ധ്യയാവുമ്പോൾ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ ഏതെങ്കിലും സത്രത്തിലോ കുറച്ചു നേരം ഒന്ന് തലചായ്ച്ച് ഒരുപാട് ഗ്രാമങ്ങൾ, നഗരങ്ങൾ, നദികൾ ഇതെല്ലാം കടന്നാണ് നമ്മുടെ ശങ്കരാചാര്യർ എവിടെ എത്തുന്നത്? നർമ്മദാ നദിയുടെ തീരത്ത് വിചാരിച്ച സ്ഥലത്തേക്ക് അദ്ദേഹം എത്തുന്നത്. ഇങ്ങനെ ഒരുപാട് കാലം, കുറേ കാലം നടന്ന് കദംബ രാജ്യത്തിൽ തുംഗാ നദീ തീരത്തുള്ള നിർജ്ജനമായിരിക്കുന്ന ഒരു ആരണ്യത്തിൽ അദ്ദേഹം എത്തുകയാണ്. അദ്ദേഹം അങ്ങനെ അവിടെ എത്തിയിട്ട് മധ്യാഹ്ന കൃത്യം എല്ലാം ചെയ്തിട്ട് ഉച്ച സമയമായപ്പോഴേക്കും അദ്ദേഹം വേണ്ട കാര്യങ്ങൾ ഈ ഭിക്ഷയെല്ലാം എടുത്ത് അതെല്ലാം കഴിഞ്ഞ് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രകൃതി സൗന്ദര്യം, അദ്ദേഹം ഇങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പം ഭയങ്കരമായ പ്രകൃതി സൗന്ദര്യമാണ് ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം അതിങ്ങനെ ആ വൃക്ഷച്ചുവട്ടിൽ ഇരിക്കുന്ന സമയത്ത് കുറേ തവളകൾ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറി. വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കരയ്ക്ക് കയറിയപ്പോഴേക്കും ഒരു വലിയ പാറയിൽ കുറേ തവളകൾ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറിയിരിക്കുകയാണ്. എന്നാൽ അവിടെ ഭയങ്കരമായ ചൂട്, സൂര്യൻ്റെ ഉച്ച സമയമല്ലേ, ഭയങ്കരമായ സൂര്യൻ്റെ ആ ഒരു രശ്മികളേറ്റിട്ട് വിഷമിച്ച് ഈ തവളകൾ എന്ത് ചെയ്തു? ആ പാറപ്പുറത്ത് നിന്ന് നേരെ വെള്ളത്തിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. അത്രയും ചൂട്, പാറപ്പുറത്തിരിക്കാൻ പറ്റുന്നില്ല അവർക്ക്. ആ സമയത്ത് ഒരു വലിയ സർപ്പം വന്നിട്ട് അവിടെ പത്തി ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതുപോലെ പത്തി ഉയർത്തി നിൽക്കുമ്പോൾ ഈ സർപ്പത്തിൻ്റെ പത്തിയുടെ താഴെയാണ് ഈ തവളകൾ. അപ്പൊ ശങ്കരാചാര്യർ ഈ കാഴ്ച കാണാണ്. വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറുന്ന കുറേ തവളകൾക്ക് ചൂട് സഹിക്കാൻ പറ്റാതെ വെള്ളത്തിലേക്ക് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ഒരു സർപ്പം വന്ന് ഈ തവളകൾക്ക് ഒരു ആശ്വാസം നൽകുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പത്തി വിടർത്തിയ സർപ്പം ഈ തവളകളെ ഒന്നും പിടിക്കുന്നില്ല, അവർ സഹായിക്കുകയാണ് ആ സർപ്പം. കുറേ നേരം അങ്ങനെ വിശ്രമിച്ചിട്ട് ഈ തവളകൾ എന്ത് ചെയ്തു? നേരെ വെള്ളത്തിലേക്ക് പോയി സർപ്പമാണെങ്കിൽ വേറൊരു വഴിക്കും തിരിഞ്ഞുപോയി. ഈ ഒരു കാഴ്ച കണ്ടപ്പോഴേക്കും നമ്മുടെ ശങ്കരാചാര്യർക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്താ ഇത്? സ്വാഭാവികമായിട്ട് ശത്രുക്കളായി നിൽക്കുന്ന ഈ ജന്തുക്കൾ എന്താ ഇങ്ങനെ പെരുമാറിയത്? എന്തുകൊണ്ടാണ് ഈ സർപ്പവും തവളയും ഇവിടെ ഇത്രയും സ്നേഹത്തോടു കൂടി ബന്ധുക്കളെ പോലെ പെരുമാറിയത്? ഇവർ പൊതുവെ ശത്രുക്കളാണല്ലോ. അപ്പോൾ ഈ സ്ഥാനത്തിന് എന്തോ ഒരു മാഹാത്മ്യമുണ്ട് ഈ സ്ഥലത്തിന്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ശത്രുക്കളായിരിക്കുന്ന ഈ ജീവികൾ തമ്മിൽ ഇത്രയും ഒരു സ്നേഹത്തോടെ നിൽക്കില്ലല്ലോ. അതെന്താണെന്ന് അറിയണമെന്ന് നമ്മുടെ ശങ്കരാചാര്യർ തീരുമാനിക്കുകയാണ്. അതിനെപ്പറ്റി ചോദിക്കാനാണെങ്കിലോ അവിടെ ഒന്നും ആരെയും കാണുന്നുമില്ല. കുറേ ദൂരം അദ്ദേഹം നടന്നു ഇതേക്കുറിച്ച് ചോദിക്കാൻ. അങ്ങനെ നടന്നപ്പോഴേക്കും ഒരു മനോഹരമായ ഒരു ഗിരിശൃംഗം കണ്ടു. അദ്ദേഹം നല്ലൊരു ഗിരിശൃംഗം കണ്ടു. അടുത്ത് ചെന്ന് നോക്കിയപ്പം സോപാന ശ്രേണി അവിടെ ദൃശ്യമായി. അപ്പോൾ ഒരു സോപാനമുണ്ട് അവിടെ. അടുത്ത് ചെന്ന് നോക്കിയപ്പം അതിൽ കൂടി അദ്ദേഹം കയറി ചെന്നു. ആ സോപാനത്തിലേക്ക് കയറി ചെന്നപ്പം ഒരു പർണകുടീരം, ഒരു ആശ്രമം പോലെ ഒരു പർണകുടീരം കണ്ടു. അവിടെ നല്ല പ്രായമുള്ള വൃദ്ധനായിരിക്കുന്ന ഒരു തപസ് ചെയ്യുന്ന ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുകയാണ് അവിടെ. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തെ വണങ്ങിയിട്ട്, അപ്പോൾ താപസൻ ശങ്കരനെ കണ്ടപ്പോഴത്തേക്കും വാ മോനെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് സ്വീകരിച്ചു. അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം നമ്മുടെ ശങ്കരൻ ചോദിച്ചു, എന്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എന്താ പറയുക, ഋഷ്യശൃംഖമുനിയുടെ ആശ്രമമാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഒരു മിനിറ്റ്, ഇത് ഋഷ്യശൃംഖമുനിയുടെ ആശ്രമമാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു ആശ്രമം എന്തായാലും സ്ഥാപിക്കണമെന്ന് നമ്മുടെ ശങ്കരാചാര്യർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ശങ്കരാചാര്യർ ഉറപ്പിച്ചു, ഇവിടെ എന്തായാലും ഒരു ആശ്രമം സ്ഥാപിക്കണം, ഇത്രയും നല്ലൊരു പുണ്യഭൂമിയിൽ. ഈ സങ്കല്പത്തിൻ്റെ, ഈ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് നമ്മുടെ ശങ്കരാചാര്യർ അവിടെ ശൃംഗേരി മഠം സ്ഥാപിക്കുന്നത്. മനസ്സിലായില്ലേ? ആ ഒരു സ്ഥലത്ത് ശൃംഗേരി മഠം അദ്ദേഹം സ്ഥാപിക്കുകയാണ്. അങ്ങനെ 2 മാസം ഒരുപാട് കഷ്ടപ്പെട്ട് നടന്നതിന് ശേഷം
ശങ്കരൻ എവിടെ എത്തുന്നു? മാഹിഷ്മതിക്ക് അടുത്തായിട്ട് എത്തി നർമ്മദാ നദി അദ്ദേഹം കാണുകയാണ്. അപ്പോൾ ഗോവിന്ദ ഗുരുവിനെ പറ്റി അദ്ദേഹം ചോദിച്ചു നർമ്മദാ നദിയുടെ തീരത്തെത്തിയപ്പം. പക്ഷെ ആർക്കും ഗോവിന്ദ ഗുരുവിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഇവിടെ അങ്ങനെ ഒരു ഗുരു ഉള്ളതായിട്ട് അറിയില്ല എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്തായി? കിഴക്ക് വശത്തുള്ള ഓംകാരനാദത്തിൽ ഒരു വലിയ യോഗി താമസിക്കുന്നു എന്ന് ഒരു വൃദ്ധൻ പറഞ്ഞു. മോനെ, നീ അന്വേഷിച്ച് നടക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ അങ്ങനെ ഒരു വൃദ്ധനുണ്ട്, അല്ല ഒരു ഗുരു ഉണ്ട് എന്നൊരു വൃദ്ധൻ പറയാണ്. പക്ഷെ വേറെ ആർക്കും അറിയില്ല അങ്ങനെ ഒരു ഗുരു ഉള്ളത്. ഉടനെ തന്നെ ശങ്കരൻ എന്ത് ചെയ്യാണ്? ഓംകാരനാദത്തിലേക്ക് പുറപ്പെട്ട് പോവാണ്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ എത്തി, ആ സ്ഥലത്തെത്തി. വലിയ ഉയരത്തിലുള്ള വിശാലമായിരിക്കുന്ന ആ ഒരു ശൈലശൃംഗം, ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നർമ്മദയാൽ ചുറ്റപ്പെട്ട് ഇങ്ങനെ കിടക്കാണ്. തിളങ്ങി തിളങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. പണ്ട് മാന്ധാതാവ് അവിടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. വൈഡൂര്യമണി എന്ന പർവ്വതമായിരുന്നു ആ ഒരു മല. ഓംകാരനാഥൻ, മഹാകാലൻ, അങ്ങനെയുള്ള ചൈതന്യമയമായിരിക്കുന്ന ശിവവിഗ്രഹങ്ങളെല്ലാം അവിടെയുണ്ട്. ഒരുപാട് ജനങ്ങളൊക്കെ അവിടെ തീർത്ഥാടനമായിട്ട് പോകാറുണ്ട്. അങ്ങനെ നർമ്മദ കടന്നിട്ട് നമ്മുടെ ശങ്കരൻ ആ ശൈലത്തിലെത്തി, ആ മലയിലെത്തുകയാണ്. അവിടെ ശിവദർശനമൊക്കെ കണ്ട് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. എന്നാൽ അവിടെയും ഗോവിന്ദ ഗുരുവിനെ പറ്റി ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല. അദ്ദേഹം അവിടെ ചെന്ന് ചോദിച്ചിട്ടും ആർക്കും ഗോവിന്ദ ഗുരുവിനെ പറ്റി അറിയില്ല. നാദത്തിൻ്റെ അടുത്ത് കുറേ സന്യാസിമാർ താമസിക്കുന്നത് നമ്മുടെ ശങ്കരൻ കണ്ടു. അവരോട് ചോദിച്ചാൽ ഒരുപക്ഷെ അറിയായിരിക്കുന്ന ഒരാൾ പറഞ്ഞു, അങ്ങ് കുറേ ദിവസം ഇങ്ങനെ നടക്കുന്നു, അവിടെ കുറച്ച് സന്യാസിമാരുണ്ട്, പക്ഷെ അവരോട് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അത് കേട്ട് നേരെ നമ്മുടെ ശങ്കരൻ അങ്ങോട്ട് പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് ഈ സന്യാസിമാരോട് ചോദിച്ചു, ഇവിടെ ആരാണ് ഒരു ഗോവിന്ദ ഗുരു ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അവിടെ ഒരു ഗുഹയിൽ ഒരു മഹായോഗി കുറേ കാലമായിട്ട് മഹാസമാധിയിൽ ഇരിക്കുകയാണ്. അപ്പം സമാധി ഭംഗമായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേശം വാങ്ങാം എന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, തപസ് ചെയ്ത് സമാധിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അദ്ദേഹം സമാധി ഒന്ന് ഇതായിരുന്നെങ്കിൽ ഞങ്ങൾക്കും അദ്ദേഹത്തിനോട് ഇതാവാലോ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഉപദേശമൊക്കെ വാങ്ങിക്കാലോ എന്ന് ഞങ്ങളും കുറേ നാളായിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. ശങ്കരൻ എന്ത് ചെയ്തു? ആ ഗുഹയുടെ നടുക്ക് ചെന്നിട്ട് ആ യോഗീവര്യനെ കണ്ടിട്ട് നമസ്കരിച്ചു. എന്നിട്ടോ നേരെ സ്തുതിച്ചു തുടങ്ങി. ആ യോഗീവര്യൻ ഇങ്ങനെ മന്ത്രങ്ങൾ കൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി. ആശ്ചര്യം എന്ന് പറയാലോ, പെട്ടെന്ന് ആ മഹാത്മാവ് ആ സമാധിയിൽ നിന്ന് ഉണരുകയാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഈ ഒരു കാര്യം അവിടെയുള്ള എല്ലാ സ്ഥലത്തും അങ്ങ് പടർന്നു. എല്ലാവരും ആ യോഗീവര്യൻ്റെ ദർശനത്തിനായിട്ട് ഒരു ഉത്സവം പോലെ തന്നെ അവിടേക്ക് വരാൻ തുടങ്ങി. ആ സ്ഥലം ഒരു ഉത്സവം, ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുമ്പോൾ എങ്ങനെയിരിക്കും അതുപോലെ ഒരു ഉത്സവം പോലെയായി, ഒരു ക്ഷേത്രമായി തന്നെ മാറി എന്ന് പറയണം. ആ സമയത്ത് നമ്മുടെ ശങ്കരനും ഒപ്പം അവിടെ കാത്തിരുന്ന സന്യാസിമാരും എന്ത് ചെയ്ത്? ആ ഗുരുവിൻ്റെ ശിഷ്യത്വം വാങ്ങിച്ചു. എന്നിട്ട് പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും ജ്ഞാനം കൊണ്ട് വൃദ്ധനാണ് നമ്മുടെ ശങ്കരൻ. പ്രായം കൊണ്ട് ചെറുതാ, അറിവ് കൊണ്ട് വൃദ്ധനാ. അത്രയും അറിവുള്ള നമ്മുടെ ശങ്കരൻ ഗുരുവിൻ്റെ ഭയങ്കര വാത്സല്യപുത്രനായി മാറുകയാണ്. കുറേ പേര് ശങ്കരൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്യാസിമാരെല്ലാം ശങ്കരനെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചു. അത്രയും അറിവുണ്ട് അദ്ദേഹത്തിന്. 3 വർഷം കൊണ്ട് യോഗം, വേദാന്തം, എല്ലാ ശാസ്ത്രങ്ങളും ശങ്കരന് അതിലെല്ലാം അപാരമായ പാണ്ഡിത്യവും അറിവും ലഭിച്ചു. ഗുരുനാഥനോട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഭക്തി എന്ന് പറഞ്ഞാൽ അസാമാന്യ ഭക്തിയായിരുന്നു. അത്രയും ഭക്തിയാണ് ഗുരുനാഥനോട്. അദ്ദേഹത്തിൻ്റെ സകല ഗ്രന്ഥങ്ങളുടെയും അവസാനത്തിൽ ഗോവിന്ദ ഭഗവത് പാദരുടെ ശിഷ്യനായ താൻ രചിച്ചതെന്ന് ശങ്കരൻ വാഴ്ത്തുന്നുണ്ട്. വിവേക ചൂടാമണി പോലെയുള്ള സ്വതന്ത്രമായ ഗ്രന്ഥങ്ങളുടെ തുടക്കത്തിലും ശങ്കരൻ എന്ത് ചെയ്യുന്നുണ്ട്? ഗുരുസ്തുതി ചെയ്യുന്നുണ്ട്. ആ ചൂടാമണിയിൽ പറയുന്നുണ്ട് അദ്ദേഹം, സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം എന്ന് പറയുന്നുണ്ട്. പിന്നെയോ സർവവേദാന്തമായിരിക്കുന്ന സിദ്ധാന്ത സംഗ്രഹത്തിൽ അദ്ദേഹം പറയുന്നു, അഖണ്ഡാനന്ദ സംബോധ വന്ദനാദ്യസ്യ ജായതേ ഗോവിന്ദം തമഹം വന്ദേ ചിദാനന്ദതനം ഗുരും അർത്ഥതോ പൃഥ്വയാനന്ദ മധീതദൈതലക്ഷണം ആത്മരാമരാഹം വന്ദേ ശ്രീ ഗുരും ശിവവിഗ്രഹം എന്ന് അദ്ദേഹം പറയുന്ന. എല്ലായിടത്തും ഗുരുവിനെ അങ്ങ് സ്തുതിക്കും അദ്ദേഹം, ഏത് ഗ്രന്ഥത്തിലാണെങ്കിലും. അങ്ങനെ വ്യാസ പരമ്പരയിൽ ചേർന്ന
ആ വിഖ്യാതനായിരിക്കുന്ന എല്ലാവരാലും അറിയപ്പെടുന്ന ഗൗഡപാദാചാര്യരുടെ ശിഷ്യനായിരുന്നു ഗോവിന്ദ ഗുരു എന്ന് പറയുന്നത്. ആ ഗുരുവിൽ നിന്ന് വ്യാസനിർമ്മിതമായിരിക്കുന്ന വ്യാസൻ നിർമ്മിച്ച ബ്രഹ്മസൂത്രത്തിൻ്റെ വ്യാസസമ്മതമായിരിക്കുന്ന അർത്ഥം ശങ്കരാചാര്യർ പൂർണ്ണമായി മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഗുരുപരമ്പരയിൽ നിന്ന് ലഭിക്കാത്ത അർത്ഥം ആദരണീയമല്ലെന്ന് ശങ്കരൻ പറയുന്നുണ്ട്. അങ്ങനെ തസ്മാധസം പ്രധായാവിത് സർവശാസ്ത്രവിദബി മൂർത്തഘവാദേവോ പക്ഷണീയ. ഗീതാഭാഷ്യത്തിലാണത് പറയുന്നത്. അദ്വൈത വേദാന്തത്തിൻ്റെ പരമാവസ്ഥമായിരിക്കുന്ന നിർവികൽപ്പ സമാധി ശങ്കരന് ഭയങ്കര എളുപ്പമായിരുന്നു. അദ്വൈത വേദാന്തത്തിൻ്റെ ഒക്കെ എല്ലാ അദ്ദേഹത്തിന് മനഃപ്പാഠം തന്നെ പറയാം. ഗുരുനാഥൻ ഭയങ്കര തൃപ്തനായി. ഇത്രയും അറിവുള്ളൊരു കുഞ്ഞിനെയല്ലേ ശിഷ്യനായി കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാശ്ചര്യമുള്ളൊരു സംഭവം നടന്നു. മഴക്കാലമൊക്കെ വന്നു. എല്ലാ രാവും പകലും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നദിയിൽ ആ ഒരു ജലപ്രവാഹം, വെള്ളപ്പൊക്കം എല്ലാം കണ്ടിട്ട് വൃക്ഷങ്ങളെല്ലാം കടപുഴകി ഇങ്ങനെ ഒഴുകുകയാണ്. അത്രയും മഴ പെയ്തു. നർമ്മദ തീരത്തിൽ, ആ നദീതീരത്ത് വാസിച്ചിരുന്നവരെല്ലാം ഉയർന്ന സ്ഥലത്തേക്ക് പോയി. കാരണം ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങി വരികയല്ലേ, ആർക്കും നിൽക്കാൻ പറ്റുന്നില്ല. അവർ വലിയ വലിയ ഉയർന്ന സ്ഥലത്തേക്കൊക്കെ കയറി. ആ സമയത്ത് ഗോവിന്ദ ഗുരു ഗുഹയിൽ ഇങ്ങനെ സമാധിസ്ഥാനായിട്ട് ഇങ്ങനെ കഴിയാണ്. ഇദ്ദേഹം ഒന്നും അറിയുന്നില്ല. ഗോവിന്ദ ഗുരു അദ്ദേഹം ആ ഗുഹയിൽ ഇങ്ങനെ സമാധി രൂപത്തിലിരിക്കുകയാണ്. അങ്ങനെ ജലപ്രവാഹം വന്ന് 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 ഗുഹയുടെ മുൻവശത്തെത്തി. ഗുഹയിൽ നമ്മുടെ ഗുരുനാഥൻ ഉണ്ടല്ലോ. ഗുഹയിൽ കയറുമോന്ന് എല്ലാ ശിഷ്യന്മാർക്കും പേടിയായി. അപ്പം ശങ്കരൻ എന്ത് ചെയ്ത്, ഒരു കുംഭം എടുത്തുകൊണ്ട് വന്നിട്ട് ഗുഹയുടെ ആ ദ്വാരം, ആ ഗുഹയുടെ വാതിൽക്കൽ വെച്ചു. എന്നിട്ട് കൂട്ടുകാരോട്, സതീർത്ഥ്യരോട് പറഞ്ഞു, കൂടെയുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, വെള്ളം ഈ കുംഭത്തിന് സമീപത്തേക്ക് വന്നാൽ, ഞാൻ ഈ വെച്ച കുടത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ ആ വെള്ളം അങ്ങനെ ഇറങ്ങിപ്പോകും. ഗുഹയിൽ ഗുരു ധ്യാനിക്കല്ലേ, അദ്ദേഹം അവിടെ ഇരിക്കട്ടെ, ഒന്നും വിഷമിക്കേണ്ട, അത് തനിയെ ഇറങ്ങിപ്പോകും, ഗുഹയിലേക്ക് വെള്ളം കയറില്ല എന്ന് ശങ്കരൻ ഉറപ്പിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എന്താ ഉണ്ടായത്? ജലപ്രവാഹം വന്നിട്ട് ആ കുടത്തിൽ കുടുങ്ങിയതുപോലെ തോന്നിപ്പോയി. അങ്ങോട്ടേക്ക് ഗുഹയുടെ അകത്തേക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ആശ്ചര്യമായിപ്പോയി. കുറേ നാൾ കഴിഞ്ഞ് നമ്മുടെ ഗോവിന്ദ ഗുരു സമാധിയിൽ നിന്ന് ഉണരുകയാണ്. ശിഷ്യന്മാരിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ഗോവിന്ദ ഗുരു മനസ്സിലാക്കി. അപ്പം ഗുരുവിന് ഭയങ്കര സന്തോഷമായി. ആ ഗുരു ശിഷ്യനെ അടുത്ത് വിളിച്ചിട്ട് അഭിനന്ദിച്ചിട്ട് ആശീർവദിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ കീർത്തി അക്ഷയമായി തീരും. ശങ്കരനോട് പറഞ്ഞു, നിന്റെ ആ പേര്, കീർത്തി അത് ഒരിക്കലും നശിക്കില്ല മോനെ. ജലപ്രവാഹത്തെ കുംഭത്തിൽ അടക്കിയതുപോലെ വേദങ്ങൾ മുഴുവൻ അടക്കിക്കൊണ്ട് നീ ഒരു ഭാഷ്യം എഴുതണമെന്ന് പറഞ്ഞു. എല്ലാ വേദങ്ങളും അടങ്ങുന്ന ഒരു ഭാഷ്യം നീ എഴുതണം. എങ്ങനെയാണോ ഇത്രയും വലിയ പ്രളയം നീ ഒരു കുംഭത്തിൽ, ഒരു കുടത്തിൽ നീ അടക്കിയത്, അതുപോലെ എല്ലാ വേദങ്ങളും അടങ്ങുന്ന ഒരു ഭാഷ്യം നീ എഴുതണം. അങ്ങനെ അത് പറഞ്ഞതിന് ശേഷം ഗോവിന്ദ ഗുരു ശങ്കരനെ വിളിച്ചിട്ട് ചോദിച്ചു, വല്ല ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്? അദ്ദേഹം അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മനിർവാണത്തിൽ ലയിക്കുക എന്നല്ലാതെ എനിക്ക് ഒരാഗ്രഹവും ഇല്ല എന്ന് നമ്മുടെ ശങ്കരൻ ഗുരുവിനോട് പറയാണ്. അങ്ങനെ പറഞ്ഞപ്പം നമ്മുടെ വൈദിക ധർമ്മസ്ഥാപനത്തിനായിട്ട്, അതായത് വൈദികമായിട്ടുള്ള ആ ഒരു ധാർമ്മികത അത് എല്ലാവരിൽ എത്തണം. ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുന്നതും അതാണ്. വൈദികമായിരിക്കുന്ന ഒരു സംസ്കാര സമ്പന്നമായിരിക്കുന്ന ഒരു അന്തരാർത്ഥങ്ങൾ ആർക്കും മനസ്സിലാവുന്നില്ല. എന്തിനോ വേണ്ടിയിട്ട് കുറേ പേരിങ്ങനെ എന്തൊക്കെയൊക്കെയോ പറയുന്നു. എന്താണ് പറയുന്നത്? എന്ത് ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതൊന്നുമില്ല. എല്ലാവർക്കും ഫേമസ് ആവണം, അതാണ് എല്ലാവരുടെയും ആവശ്യം. അല്ലേ കുറേ മോണിറ്റൈസേഷൻ വാങ്ങിക്കൂട്ടണം. ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഇനി ഇതെല്ലാം മാറ്റി മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയൊക്കെയോ അക്കൗണ്ടുകൾ തുടങ്ങുന്നു, അതിൽ എന്തൊക്കെയോ കോലാഹലങ്ങൾ കാണിക്കുന്നു. എന്താ പറയുക, സ്ത്രീത്വത്തെ ബഹുമാനിക്കാത്ത രീതിയിൽ അവരവരുടെ തുണി അഴിച്ച് കാണിച്ച് ലൈവും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എന്തൊരു മോശമായിട്ടാണ് പണം സമ്പാദിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ. പല ആളുകളും, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അറയ്ക്കുന്ന തരത്തിലുള്ള വായ കൊള്ളാത്ത അസഭ്യ വാക്കുകൾ സമൂഹത്തിലേക്ക് വിളിച്ചു പറയുന്നു, പ്രതികാരം ചെയ്യുന്നു, വെല്ലുവിളിക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത് അല്ലേ. പക്ഷെ അദ്ദേഹം എന്താ പറയുന്നത്? വൈദിക ധർമ്മ സ്ഥാപനത്തിനായിട്ട് ഭഗവാൻ അവതരിച്ചിരിക്കുകയാണ് ഇവിടെ. ആര്? ശ്രീ ശങ്കരാചാര്യർ. അപ്പോൾ ഈ ഗുരു ആഗ്രഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതാണ്,
എന്നിട്ടോ ഈ ഭഗവാൻ, ഈ ഗുരു കാശിയിൽ ചെന്ന് വിശ്വനാഥനെ ദർശിച്ചിട്ട് ആ വിശ്വേശ്വരൻ്റെ ആജ്ഞ എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് ഗുരു പറയുന്നത്. മോനെ, നീ കാശിയിൽ പോയിട്ട് ആ വിശ്വനാഥൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അദ്ദേഹത്തെ വന്ദിച്ച് അദ്ദേഹത്തിനനുസരിച്ച് ആഗ്രഹത്തിനനുസരിച്ച് നീ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സകല ശിഷ്യന്മാരുടെയും അനുഗ്രഹിച്ചിട്ട് ഗോവിന്ദഗുരു മഹാസമാധിയിലേക്ക് പ്രവേശിച്ചു. മുറപ്രകാരം നമ്മുടെ ശങ്കരൻ എന്ത് ചെയ്ത്, ശിഷ്യന്മാരും ഗുരുനാഥൻ്റെ ശരീരത്തെ എടുത്തിട്ട് ജലസമാധിയിൽ ഇരുത്തിയിട്ട് എന്ത് ചെയ്തു, പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ ശങ്കരൻ നമ്മുടെ ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ച് നേരെ കാശിയിലേക്ക് പോവുകയാണ് അദ്ദേഹം, അല്ലേ? കാശി വിശ്വനാഥൻ്റെ അടുത്തേക്ക് അദ്ദേഹം പോവുകയാണ്. ഓക്കെ, ഇനി അദ്ദേഹം കാശിയിലെത്തിയിട്ട് എന്താണ് വിശേഷം എന്നുള്ളത് നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. മനസ്സിലായോ ശങ്കരാചാര്യരുടെ ജീവചരിത്രം? ഇത്രയും അറിയാമായിരുന്നോ ശങ്കരാചാര്യരുടെ ജീവചരിത്രത്തിലെ ഒരു ചെറിയ ഏട്, അല്ലേ? ഇനി ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. വൈകാതെ നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചെടുക്കണം. ശങ്കരാചാര്യർ, ആ ജഗത് ഗുരു, നമ്മുടെ ആദിമ ഗുരു ആരായിരുന്നു, എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എന്തായിരുന്നു എന്ന് നമ്മളിങ്ങനെ യാത്ര ചെയ്യണം, അല്ലേ? ആ ഗുരുവിൻ്റെ അനുഗ്രഹവും അനുവാദവും ഇല്ലാതെ നമുക്ക് ആ ഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാൻ സാധിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. എന്തായാലും ഒരുപാട് സന്തോഷം, അല്ലേ? ആ ആദിമ ആചാര്യനായിരിക്കുന്ന ശ്രീ ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ തൃപാദങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും നമസ്കരിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ കുറച്ച് ദിവസം കടന്നു പോകാം. ഹാപ്പി അല്ലേ എല്ലാവരും? എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ ശങ്കരാചാര്യരുടെ ജീവചരിത്രം? കേട്ടിരിക്കാൻ ഇഷ്ടമുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കമൻ്റ് ഇടും. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ കുടുംബത്തിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ആഡ് ആവണമെങ്കിൽ, ജോയിൻ ചെയ്യണമെങ്കിൽ 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തരാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ റൺ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. തികച്ചും ഫ്രീ ആണ്. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ വാട്സപ്പ് നമ്പർ, പേര് സഹിതം. ഫേസ്ബുക്ക് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ യൂട്യൂബ് ആണോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ. नमस्ते, हरे कृष्णा, सर्वम कृष्णा अर्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवनपुरेशन की जय। ओम श्री मात्रे नमः। हर हर महादेव।